ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷത്തിൻ്റെ 10-ാം മാസമാകുന്ന ഒക്ടോബർ മാസം 1-ാം തീയതി രാത്രിയിലെ പഠനത്തിലേക്ക്, വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 17-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹത്തിൻ്റെ വന്ദനം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തക പഠനത്തിൽ ഇപ്പോൾ ഉള്ളതാകുന്ന ദൈവസഭയുള്ള ബന്ധത്തിൽ ഉള്ള സാത്താന്യ 7 തന്ത്രങ്ങളെ അതിജീവിച്ച് ദൈവസഭ മുന്നേറണം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ജയാളികളാകുന്ന സഭയെ കണ്ടുകൊണ്ട് അതിനുവേണ്ടിയുള്ള ദൂത് കൈമാറുന്ന ആണ് ഈ 2-3 അധ്യായത്തിൽ. അത് സഭയുടെ നാഥനായിരിക്കുന്ന യേശു കർത്താവ് തന്നെ. ആരാണോ സ്വന്തം രക്തം ചീന്തി സഭയെ സ്ഥാപിച്ചവൻ, അവൻ തന്നെ സഭകൾക്കുള്ള ദൂത് അറിയിക്കാൻ വേണ്ടി പത്മോസിൽ പ്രത്യക്ഷപ്പെട്ട ദൂത് കൈമാറുന്നതിനെ കുറിച്ചാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ 1-ാമത്തെ സഭയാകുന്ന എഫെസോസിലെ സഭയോടുള്ള ബന്ധത്തിലാണ് നാം ചിന്തിച്ചത്. ഈ സഭയുടെ ദൂതുകൾക്കെല്ലാം പൊതുവായിട്ടൊരു ഘടനയുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടാണ് ഈ പുസ്തകം നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ പൊതുഘടനയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു. അതിൻ്റെ ആദ്യമായിട്ടുള്ളത് അഭിസംബോധന ചെയ്യുന്നത് ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. ഏത് സഭയ്ക്ക് ആരാണ് അഭിസംബോധന ചെയ്യുന്നുള്ളതാണ്. രണ്ടാമത് സഭയെക്കുറിച്ചുള്ള പൊതുവായ വിലയിരുത്തലാണ്. അവിടെ നന്മവശങ്ങളെക്കുറിച്ച് പൊതുവായിട്ട് വിലയിരുത്തുന്നു. മൂന്നാമത് അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്ന മൂന്നാമത്തെ കാര്യം സഭയിലെ കുറവുകളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ്. എന്തൊക്കെയാണ് സഭ ഉണ്ടെങ്കിൽ വെളിപ്പെടുത്തും, ഇല്ലെങ്കിൽ വെളിപ്പെടുത്തത്തില്ല. എന്തെങ്കിലും ഒരു കുറവ് ഇരുന്നോട്ടെ എന്ന് കണ്ടുകൊണ്ട് അങ്ങനെയും വെളിപ്പെടുത്തും. ഉള്ളതുപോലെയാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. എല്ലാ സഭകളെയും കുറ്റപ്പെടുത്തണം, അല്ലെങ്കിൽ എല്ലാവരെയും കുറ്റപ്പെടുന്നൊന്നും കർത്താവ് വെച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ പറയും, ഇല്ലെങ്കിൽ പറയത്തില്ല. അതാണ് സഭയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ. പറയുമ്പോൾ 2 സഭകളെക്കുറിച്ച് കർത്താവ് ഒരു കുറവും വെളിപ്പെടുത്തിയിട്ടില്ല. ഉള്ളത് മാത്രമേ ദൈവം ചെയ്യുള്ളൂ. എന്നാൽ നമ്മൾ വിചാരിക്കുക എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ച് അവരെയും കൂടെ കുറ്റപ്പെടുത്താമെന്ന്. അല്ല, അങ്ങനെയല്ല. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. കർത്താവ് ഒരിക്കലും നമ്മെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയത്തില്ല. കാരണം അവൻ സത്യത്തിൻ്റെ ദൈവമാണ്. അത് 4-ാമത്തെ പൊതുഘടന പ്രശ്നപരിഹാരമാണ്. 5-ാമത്തേത് മുന്നറിയിപ്പുകളാണ്. 6-ാമത്തേത് അതിൻ്റെ പ്രതിഫലമാണ്. 7-ാമത്തേത് സമാപന വാക്കുകളാണ്. ഇങ്ങനെ 7 പൊതുഘടനയിലാണ് വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ. അത് നമ്മളൊരു ചാർട്ട് ഉണ്ടാക്കി ഞാനത് വെച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ പഠിക്കാൻ സാധിക്കും. 7 സഭകളെ ഈ 7 കോളങ്ങളിൽ നമുക്ക് ഓരോന്ന് എഴുതി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. 2-3 അധ്യായങ്ങൾ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. അതിന് വിശദീകരണം നൽകി പഠിപ്പിച്ച് പോകണമെങ്കിൽ സമയമെടുക്കും. എങ്കിലും പൊതുവായിട്ടുള്ള വിഷയങ്ങളെ അറിഞ്ഞു പോകുന്നത് നന്നായിരിക്കണമല്ലോ. അതുകൊണ്ടാണ് സമയം ഇരുത്തി വേണ്ട കാര്യങ്ങളെ അറിയിച്ച് മുമ്പോട്ട് പോകാൻ കർത്താവ് താല്പര്യപ്പെടുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എഫെസ്യ സഭയുള്ള കർത്താവ് പറഞ്ഞ ദൂതിൽ അതിൻ്റെ സഭകളെ കുറവുകളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിലേക്ക് 3-ാം ഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 2-ാം അധ്യായം 4-ാം വാക്യമാണ് അതിൻ്റെ വ്യാഖ്യാന വാക്യം. വെളിപ്പാട് പുസ്തക വ്യാഖ്യാനമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്നൊരു കുറ്റത്തിനെ കുറിച്ച് പറയാനുണ്ട് എന്ന് ഇവിടെ പറയുമ്പോൾ ആദ്യ സ്നേഹം എന്താകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടിരിക്കുന്നു. ആദ്യ സ്നേഹം എന്താണെന്നുള്ളത്. ആദ്യ സ്നേഹം, ആദ്യ പ്രവൃത്തി, ആദ്യ വിശ്വാസം. ഇത് 3 കാര്യങ്ങൾ എന്താണെന്ന് ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ് ഫസ്റ്റ് ലവ്, എന്താണ് ഫസ്റ്റ് വർക്ക്, എന്താണ് ഫസ്റ്റ് ഫെയ്ത്ത്. 3 കാര്യങ്ങൾ. ആദ്യ സ്നേഹം, ആദ്യ പ്രവൃത്തി, ആദ്യ വിശ്വാസം. അപ്പോൾ ഇത് ആദ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ആദ്യവും അവസാനവും എല്ലാം ദൈവം തന്നെയാണ്. അവരാണ് ആദ്യം. സ്നേഹമുണ്ടോ? എവിടെ സ്നേഹമുണ്ടോ അത് ഡിവൈനാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം. പ്രവൃത്തി, ആദ്യമായി പ്രവർത്തിച്ച് ആരംഭിച്ച് അവസാനിച്ചതും ദൈവത്തിലാണ്. ദൈവമാണ് എല്ലാ പ്രവൃത്തിയുടെ ആരംഭം. ആദ്യ വിശ്വാസം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഈ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട് എന്ന് പറയുമ്പോൾ, ഈ ആദ്യ സ്നേഹം എന്താകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ ചുരുക്കമായിട്ട് ചിന്തിച്ചിരുന്നു.
അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. 1 യോഹന്നാൻ ലേഖനം 4-ാം അധ്യായം 10 വാക്യമാണ്. അഥവാ ഫസ്റ്റ് ലവ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ അതിനെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഒന്ന്, ആദ്യ സ്നേഹം എന്നുള്ളത് അത് ആരാണോ ആദ്യം സ്നേഹിച്ചെന്നുള്ള ബന്ധത്തിൽ അതുപോലെ തിരിച്ച് സ്നേഹിക്കുന്നത്. അപ്പോൾ ആദ്യ സ്നേഹം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൽ വന്നിട്ട് ഒരു ഫസ്റ്റ് ലവ് ഉണ്ട്, ആദ്യ സ്നേഹം. ജനിച്ചു വരുമ്പോഴുള്ള വലിയൊരു സന്തോഷം, അതാണ് ഒരർത്ഥത്തിൽ. മറ്റൊരർത്ഥത്തിൽ നോക്കുമ്പോൾ പ്രൈം ലവ്, ഫസ്റ്റ് ലവ്, സ്നേഹത്തിൻ്റെ ഏറ്റവും ഒന്നാമത്തെ സ്നേഹം അത് ദൈവസ്നേഹമാണ്. ഈ എല്ലാ പ്രവൃത്തിയുടെയും പ്രൈമായിട്ടുള്ളത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എല്ലാ വിശ്വാസത്തിൻ്റെയും അടിസ്ഥാന ഘടകം ദൈവമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കും. ഇപ്പോൾ ആദ്യ സ്നേഹം എന്നുള്ളത് ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹമാണ്. ആ സ്നേഹം തിരിച്ചറിഞ്ഞ് ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നതിനെ നമുക്ക് ആദ്യ സ്നേഹം എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ആദ്യം നമ്മളെ സ്നേഹിച്ച ദൈവമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മളെ സ്നേഹിക്കുന്നതിന് മുമ്പ്, നാം പെണ്ണാകാരമായിരുന്നപ്പോൾ, അതിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന് ലോകത്തിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു സാത്താൻ കൊണ്ടിരുന്ന ഒരു വലിയ ബോഷ്കാണത്. അവൻ കൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു ബോഷ്കിൻ്റെ ശക്തിയാണ് എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല എന്ന് ചിന്തിപ്പിക്കുന്നത്. എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്നേഹവാനായിരിക്കുന്ന ദൈവമുണ്ട്. ആ സ്നേഹത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മെ സൃഷ്ടിച്ചത് കഷ്ടതകൾ കൊണ്ട് നമ്മൾ അലമുറയിട്ട് നിലവിളിച്ച് സന്തോഷിക്കുന്നത്, അത് കണ്ട് സന്തോഷിക്കുന്നതല്ല ദൈവം. ഒരിക്കലും വിചാരിക്കരുത് നാം കരയുന്നത് കണ്ട് സന്തോഷിക്കുന്നതല്ല. എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പത്തിൽ തല്ലുമല്ലോ പഠിക്കാത്തതിന്? എന്തിനു വേണ്ടി അവർ കരയും? അവർ കരയുമ്പോൾ അത് കണ്ട് ആരെങ്കിലും മാതാപിതാക്കൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്? അല്ല. കാരണം അവനെ ആ ബാലശിക്ഷ കൊടുത്തില്ലെങ്കിൽ അവൻ പഠിക്കത്തില്ല, അല്ലെങ്കിൽ നേരെയാകത്തില്ല എന്ന് കാണുമ്പോൾ അവനെ ശിക്ഷിക്കുന്നത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഏത് ശിക്ഷയും അത് ആദ്യം ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അതിൽ അഭ്യാസം തികഞ്ഞു വരുമ്പോൾ അത് പിന്നീട് അത് മനസ്സിലാകും. അന്ന് എൻ്റെ മാതാപിതാക്കളെല്ലാം എന്നെ വളർത്തി ശിക്ഷിച്ച് അവരെ ശാസിച്ച് വളർത്തിയത് കൊണ്ട് നമുക്കത് പിൽക്കാലത്ത് അത് സന്തോഷമാകും. നിങ്ങൾ ഇഷ്ടം പോലെ പൊയ്ക്കൂ എന്ന് പറഞ്ഞ് അഴിച്ചുവിട്ടിരുന്നെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇന്നത്തെ തലമുറയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രധാന വിഷയവും മാതാപിതാക്കൾ അവരുടെ മക്കളെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ജോലിയുള്ള ബന്ധത്തിൽ, മറ്റ് പല വിഷയത്തിലുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങൾ ജനിച്ചു വീണ് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്ത് അവർ പലരും പോകുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായുള്ള കെയറിങ് ലഭിക്കാത്തത് കൊണ്ടും അവർക്ക് വേണ്ടതായ ശാസനയോ ശിക്ഷണമോ കിട്ടാത്തത് കൊണ്ടുമാണ് ഈ ദിവസങ്ങളിൽ പലപ്പോഴും തലമുറകൾ കയ്യിൽ നിന്ന് അകന്നു പോകുന്നത്. ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സദസ്യവാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബാലശിക്ഷ കൊടുക്കാതെ വളർത്തരുത്, അത് സ്നേഹമല്ലെന്നാണ് പറയുന്നത്. ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണമെന്ന് പറയുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ചില രാജ്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ നോക്കാൻ പോലും പറ്റത്തില്ല. നോക്കിക്കഴിഞ്ഞാൽ പിന്നെ പോലീസ് കേസാകും, വിഷയങ്ങളാകും, വളരെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് അവിടെയൊക്കെ പേടിച്ചാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. പക്ഷെ അതൊക്കെയാണ് ഇപ്പോൾ ഒരു അനുസരണമില്ലാത്ത തലമുറകൾ വളർന്നു വരുന്നത്. ദൈവം എനിക്ക് എന്ത് പറഞ്ഞുവോ അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരമുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അത് നമ്മൾ വിചാരിക്കും അവർ ഗവൺമെൻറ് അവരെ ലാളിക്കുന്നതുകൊണ്ടാണ്. അല്ല, അതുകൊണ്ടല്ല. ഒരു അനുസരണം കെട്ട തലമുറ ലോകത്തിലുണ്ടാകണം എന്നുള്ള സാത്താനിക തന്ത്രമാണ് ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ അച്ചടക്കത്തിൽ പഠിപ്പിക്കാതെ, അവർക്ക് ബാലശിക്ഷ കൊടുക്കാതെ, അവരെ കയറൂരി വിട്ട് കയ്യിലൊരു മൊബൈലും കൊടുത്ത് നീ നിൻ്റെ ഇഷ്ടത്തിന് പോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ട് കളയുന്നത് വാസ്തവത്തിൽ വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് ലോകത്തിൽ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഇത് പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളെ ബാലശിക്ഷ കൊടുത്ത് വളർത്തണം എന്നുള്ളത്. അതുകൊണ്ടാണ് ബൈബിൾ ബാലശിക്ഷ കിട്ടാത്ത അപ്പൻ ശിക്ഷിക്കാതെ മകൻ എവിടെയുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യം ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടെന്നായിത്തീരുക. അപ്പന്മാർ ശിക്ഷിക്കാത്ത മക്കളിപ്പം പല സ്ഥലങ്ങളുമായിരിക്കുക. കാരണം അതൊരു ട്രെൻഡായി മാറുകയാണ്. അത് അധികം താമസിയാതെ ഒരു അനുസരണം കെട്ട തലമുറകളെ വാർത്തെടുക്കുന്നതിന് കാരണമായി തീരും എന്നുള്ളതിനും നമുക്ക് രണ്ട് പക്ഷമില്ല. അതിൻ്റെ തെളിവുകളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദൈവം തൻ്റെ സഭയെ സ്നേഹിക്കുന്നു. അവിടെ നല്ല പ്രവൃത്തിയിലേക്ക് കണ്ടെന്നിട്ട് പറയുകയാണ്, നിൻ്റെ ആദ്യ സ്നേഹം, ഫസ്റ്റ് ലവ് നീ വിട്ടുകളഞ്ഞെന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്.
ദൈവം മുഖത്ത് നോക്കി സഭയോടുള്ള ദൂതായിട്ട് പറഞ്ഞു, എഴുതി അയച്ചു, ഇവരെക്കുറിച്ചൊരു കുറ്റമുണ്ട്, അതിതാണ്, എൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞത്. ഞാൻ നിന്നെ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം, ആ സ്നേഹമാണ് പ്രൈം ലവ് സ്നേഹം. ഏറ്റവും പ്രാധാന്യമുള്ള സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമ്മെ ഉരുവാക്കിയെടുത്ത, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉരുവാക്കി തന്ന ദൈവത്തിനപ്പുറമായിട്ടൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് അപ്പുറമായിട്ട് മാതാപിതാക്കളില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല. ദൈവത്തെ സ്നേഹിച്ചാൽ നാം ഇവരെയെല്ലാം സ്നേഹിക്കും. അപ്പോൾ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് വേണം ബാക്കിയുള്ള സ്നേഹമെല്ലാം. അതുകൊണ്ടാണ് പത്രോസോട് ചോദിച്ചത്, നീ ഇവയിലെല്ലാത്തിനും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. എൻ്റെ അർത്ഥം, നിനക്ക് ആ സ്നേഹം എന്നിലുണ്ടോ എന്നുള്ളതാണ് ദൈവത്തോട് ചോദിച്ചത്. ഇന്ന് രാത്രിയിൽ ദൈവങ്ങളോട് ചോദിക്കുക, നിനക്ക് ആ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രൈമായിട്ടുള്ള സ്നേഹം നിനക്ക് എന്നോടുണ്ടോ? നിനക്ക് ആദ്യ സമയത്തുണ്ടായിരുന്ന സ്നേഹം വാഞ്ച നമുക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാത്രിയിൽ നാം ഉള്ളവരായി തീരാതെ നമുക്ക് പറയാൻ സാധിക്കും, കർത്താവേ, എൻ്റെ അങ്ങോട്ടുള്ള സ്നേഹം അനുദിനം വർദ്ധിച്ചു വരികയാണ്. ദൈവം പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവ് നമുക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളുടെയും പരിഹാരം കിട്ടുന്നതിനല്ല, മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയാൽ, യേശുക്രിസ്തു ആരാകുന്നു എന്നുള്ള വെളിപ്പാട്, അവൻ ആരാകുന്നു എന്നുള്ളത് മനസ്സിലാക്കി തരുവാൻ പരിശുദ്ധാത്മാവിന് കൃപ തോന്നിയാൽ, അതാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവതാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കൊണ്ട് അസ്തമിച്ചു പോകുമ്പോൾ തേജസ്സിൽ എത്തിച്ചേരാനുള്ള, തേജസ്സിൻ്റെ പുത്രന്മാരായി തീരുവാൻ വേണ്ടി ദൈവം തൻ്റെ സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുന്ന ദൈവത്തിൻ്റെ പ്രകാശം ലഭിക്കുന്നതല്ലേ ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളത്. അതല്ലേ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ വെളിപ്പെടുന്നത്. ഇന്ന് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് ഈ കൂടി വന്നാൽ 100 120 വയസ്സ് മാത്രം, അതുവരെയൊക്കെ ആരൊക്കെ പോകുന്ന അറിയത്തില്ല ഈ ലോക ജീവിതത്തിന് വേണ്ടിയാകുമ്പോൾ. അതിനപ്പുറമായിട്ടുള്ള തേജസ്സിൻ്റെ പുത്രന്മാരെ ആ തേജസ്സിൻ്റെ തികവിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണ് തൻ്റെ പുത്രനെ കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനാക്കിയത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കുന്നവർക്കറിയാം കർത്താവ് കഷ്ടം സഹിച്ചത് എന്തിനു വേണ്ടിയാണ്. അവൻ ലോകത്തിൽ വന്ന് ഒരു ജഡാവതാരം എടുത്ത് 33.5 വയസ്സിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത് സാധാരണ ഒരു മരണമായിരുന്നില്ല. അത് അവൻ ജഡത്തിൽ മരിച്ചപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിപ്പാനിടയാത്തത്. അത് ദൈവത്തിൻ്റെ നിർണയമായിരുന്നു. അങ്ങനെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മുഖാന്തരം അവൻ്റെ രക്തം കൊണ്ട് സമ്പാദിച്ചിരിക്കുന്ന ദൈവസഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിക്കുന്ന നരനാണ് ഭാഗ്യവാൻ. അതാണ് ജ്ഞാനം ലഭിച്ച നരൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവഭക്തിയാകുന്ന, ദൈവജ്ഞാനമാകുന്ന, ദൈവത്തിൻ്റെ വചനമാകുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ ആ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് നമുക്ക് പറയാം, അതാണ് ഫസ്റ്റ് ലവ്. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നിത്യജീവനെയും കുറിച്ച് തിരിച്ചറിയുന്നതിനെയാണ് യഥാർത്ഥമായ സ്നേഹം. അതാണ് ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സ്നേഹത്തിൽ നിന്ന് അതെങ്ങനെയാണ് നമുക്കുണ്ടായത്? വിശ്വാസം, ആദ്യ വിശ്വാസം. അതെന്താണ് ആദ്യ പ്രവൃത്തി? യേശു ക്രിസ്തു കാൽവരിയിൽ ചൊരിഞ്ഞ ആ രക്തം അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തിയാണ് ഫസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ്റെ ആത്മീയ ജീവിതത്തിന് അടിത്തറയിടുന്നത്, അവനെ തികവുള്ളവനാക്കി മാറ്റുവാൻ വേണ്ടി, ഒരു മനുഷ്യജന്മത്തിൻ്റെ യഥാർത്ഥമായ ആ ഉദ്ദേശ പ്രാപ്തിയിലേക്ക് അവനെ നയിക്കാൻ വേണ്ടി യേശു ക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവൃത്തിയാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന പ്രവൃത്തി. ആ പ്രവൃത്തിയിൽ വിശ്വസിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്ക് കണ്ണുകൾ തുറന്നതിനെയാണ് ആദ്യ വിശ്വാസം എന്ന് പറയുന്നത്. അത് തിരിച്ചറിഞ്ഞ് പിതാവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതിനെയാണ് ആദ്യ സ്നേഹമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ നിത്യജീവനിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയുമാണ് ആദ്യ സ്നേഹമെന്ന് പറഞ്ഞിരിക്കുന്നത്. പിതാവാൻ ദൈവത്തെയും യേശുക്രിസ്തുവിനെ അറിയുന്നതാകുന്നു നിത്യജീവൻ. അപ്പോൾ ഈ നിത്യജീവനിലേക്ക് ദൈവം സ്നേഹിക്കുന്നവരെ വിളിക്കുന്നു, അല്ലെ? ഓമന പേർ ചൊല്ലി നമ്മളെ വിളിക്കുക. അനേകരെ, എല്ലാ മനുഷ്യൻ്റെയും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ആ സ്നേഹത്തിൻ്റെ വിളി കേൾക്കുവാൻ നമ്മുടെ അകത്തെ ആത്മീയ മനുഷ്യൻ ഉണർവ് പ്രാപിച്ച്
ആ ശബ്ദം കേട്ട് അവർ കീഴ്പ്പെടുവാൻ ഇടയാത്തുന്നതിനായി ഇന്ന് രാത്രിയിൽ നാം ദൈവത്തിന് മഹത്വം കരയറ്റുന്ന കർത്താവെ, അങ്ങ് വിളിച്ചപ്പോൾ എനിക്ക് കേൾക്കുവാനും ആ ശബ്ദം കേട്ട് അങ്ങേ പിൻപറ്റുവാനും എന്നെ സ്നേഹിച്ച എൻ്റെ ദൈവത്തെ സ്നേഹിപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. ആ സ്നേഹത്തിന്ന് എനിക്ക് മാറാൻ ഇടയാകരുത് എന്നുള്ള ആ സ്നേഹം നിത്യമായ സ്നേഹമാക്കി മാറ്റുവാൻ വേണ്ടി അനുദിനം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വളർച്ച പ്രാപിക്കണമെന്നാണ് ഇവിടെ കർത്താവ് ഉത്ബോധിപ്പിക്കുന്നത്. പറഞ്ഞു, എൻ്റെ ആ സ്നേഹം നീ വിട്ടുകളഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിച്ച് എൻ്റെ ജീവൻ തന്ന മക്കളെ, നിങ്ങളെ ഞാൻ ഈ സഭയുടെ അംഗങ്ങളാക്കിയിരിക്കുന്നത്. ലോകത്തിൻ്റെ പല പഠിപ്പിക്കലും ചിന്തകളൊക്കെ വന്നു കഴിയുമ്പോൾ, ലോകത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അതനുസരിച്ച് എന്നെ വിട്ടു മാറിപ്പോയാൽ ആ സ്നേഹം നഷ്ടപ്പെടുമെന്നാണ് എഫെസോസിലെ സഭയോട് ഇവിടെ കർത്താവ് തന്നെ നേരിട്ട് സംസാരിക്കുന്നത്. ഇപ്പം ഇതിൽ നിന്ന് മനസ്സിലായല്ലോ എന്താണ് ആദ്യ സ്നേഹം. ദൈവസ്നേഹമാണ് ആദ്യ സ്നേഹം. അത് ദൈവം നമ്മളെ ആദ്യം സ്നേഹിച്ചു, നമ്മളത് തിരിച്ചറിഞ്ഞ് അവനെ സ്നേഹിക്കുന്നു. ആ സ്നേഹം അവനോട് അടുത്ത് ചെല്ലും തോറും ആ സ്നേഹം വർദ്ധിച്ചു വർദ്ധിച്ചു വരും. എന്നാണെന്നറിയാമോ ഈ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്? നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ആ ദൈവവചനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ സ്നേഹം നമ്മളെ ആകർഷിച്ചപ്പോൾ നാം പാപത്തിൽ വിടുതൽ പ്രാപിച്ച് ദൈവത്തിന് മക്കളായി ശിശുക്കളായി തീരുവാനിടയായിരുന്നു. വളർച്ച പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ തികഞ്ഞ പുരുഷത്വത്തിൻ്റെ അളവിലേക്ക് എത്തിക്കഴിയുമ്പോൾ നാം ലോകത്തിൽ നിന്ന് ഒന്നെങ്കിൽ മാറ്റപ്പെടും, അതല്ലെങ്കിൽ കർത്താവ് വരികയാണെങ്കിൽ മാറ്റപ്പെട്ടാൽ കർത്താവിൻ്റെ വരവെങ്കിൽ നാം പുനരുത്ഥാനം പ്രാപിക്കും. അതല്ല പക്വത പ്രാപിച്ച് പുരുഷത്വം പ്രാപിച്ച് നാം ജീവിക്കുന്ന സമയത്താണ് കാഹളം ധനിക്കുന്നെങ്കിൽ നാം രൂപാന്തരപ്പെട്ടെടുക്കപ്പെടും. അങ്ങനെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നാം എത്തിച്ചേരും. അതുവരെയും നമുക്ക് ഈ ദിവസം ഞാൻ പറയുള്ളൂ, ഒന്ന് ഈ സ്നേഹം ആരംഭിച്ച സ്നേഹം അത് അങ്ങോട്ട് അടുത്ത് ചെല്ലുന്ന സ്നേഹമായിരിക്കും. സ്നേഹമുള്ളവർക്ക് ചേരുവാനുള്ള ആഗ്രഹമുണ്ട്, ഒന്നായി ചേരാനുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ക്രിസ്തുമായി ഒന്നായി ചേരാനുള്ള ആഗ്രഹവും വാഞ്ചിയമായിരിക്കണം ഈ ദിവസങ്ങളിൽ നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. അതിൽ നിന്ന് അകറ്റിക്കളയുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളയാതെ നീ എന്നെ തന്നെ സ്നേഹിക്കണം. കാരണം നിത്യതയിൽ നീ എന്നോടുകൂടെ ചേരാനുള്ളതാ, എന്നോടുകൂടെ വാഴുവാനുള്ളതാ, എന്നോടുകൂടെ നിത്യതയിൽ കാണപ്പെടാനുള്ളതാ. അതുകൊണ്ട് ആ സ്നേഹത്തിൽ നിന്ന് മാറരുത് എന്നാണ് ദൈവയുടെ നമ്മുടെ കുറവുകളായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് പറയാം, കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് എനിക്ക് മാറിപ്പോകാതെ ദൈവസ്നേഹത്തിൽ നിൽക്കാൻ എനിക്ക് കൃപ നൽകണമേ. എവിടെയെങ്കിലും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ അകറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊള്ളുക. സാത്താൻ ഇട്ടിരിക്കുന്ന തന്ത്രമാണ്. ആ തന്ത്രത്തെ തിരിച്ചറിഞ്ഞ് നാം ജയാളികളായി തീർണമെന്നും ഈ തിരുവചന പഠനത്തിലൂടെ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. അപ്പോൾ അതാണ് ആദ്യ സ്നേഹം എന്നുള്ളത്. അപ്പോൾ എഫെസോസിലെ സഭയ്ക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അത് പൗലോസ് അവിടെ പഠിപ്പിച്ചിരുന്നു. അതിനെ തിമത്യോസിനെ അവിടെ താമസിപ്പിച്ചുകൊണ്ട് ഈ സഭയ്ക്ക് 2 ലേഖനങ്ങളൊക്കെ എഴുതി അതിൻ്റെ അകത്തും വളരെ അടിസ്ഥാനപരമായ യോഗ്യതയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ സമയത്ത് ചിന്തിപ്പാനെത്തുന്നു. അപ്പം ദൈവസഭയെ എങ്ങനെ ഉറപ്പിച്ച് നിർത്തണം. അപ്പോൾ ഏറ്റവും അധികം പ്രതികൂലമുള്ളിടത്താണ് ഏറ്റവും അധികം പഠിപ്പിക്കലുള്ളത്. അപ്പോൾ എഫെസോസിലെ സഭ അത്രമാത്രം പ്രതികൂലങ്ങളായതുകൊണ്ട് അവർക്ക് അധികമധികമായ ഉപദേശങ്ങളും അവർ ദൈവത്തെ സ്നേഹിക്കുന്നതനുസരിച്ച് ദൈവരെ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇടയാത്തുന്നു. ആരാണോ കൂടുതൽ സ്നേഹിക്കുന്നത് അവർക്ക് കൂടുതലായ ദൈവത്തെ വെളിപ്പെടുത്തി കിട്ടും. അതുകൊണ്ടാണ് എഫെസോസിലെ സഭ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത് അവർക്ക് ലേഖനം കൊടുത്തു. അവർക്ക് 2 ലേഖനം കൊടുത്തു. തിമത്യോസിനെ കൊണ്ട് എഴുതിച്ചു. അങ്ങനെ എല്ലാം ചെയ്തിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിച്ച ഇത്രമാത്രം എന്നെ വെളിപ്പെടുത്തിയത്, അതുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിന്ന് മാറിപ്പോകരുതെന്ന് അവർക്കുള്ള കുറവായി ദൈവത്തിൻ്റെ അവിടെ വെളിപ്പെടുത്തി കൊടുക്കുവാനും ഇടയാത്തുന്നു. അപ്പം അങ്ങനെ അത് കുറവ് കാണിച്ചു കൊടുത്ത കർത്താവ് തന്നെ അതിനുള്ള പ്രശ്ന പരിഹാരം കൂടി വെളിപ്പെടുത്തി. നമ്മുടെ കർത്താവ് വന്നിട്ട് നീ പാപിയാണ്, കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. അതിനുള്ള പരിഹാരം കൂടി ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അപ്പം ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്തൊരു കാര്യവുമില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി, നാം സമ്മതിച്ചാൽ മതി. കഥാ പറഞ്ഞു, നീ അതിൻ്റെ 2-ാം അധ്യായം 5-ാം വാക്യം, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പം ആദ്യ സ്നേഹത്തിൽ നിന്ന് നീ വീണുപോയെങ്കിൽ നിനക്കിപ്പോൾ ആദ്യമായിട്ടുള്ള ആ പ്രവൃത്തി നഷ്ടപ്പെട്ടു പോയി. ഞാൻ നിന്നെ പ്രകീർത്തിച്ച പ്രവൃത്തി ഉണ്ടായിരുന്നല്ലോ, അത് നഷ്ടപ്പെട്ടു പോയി. അതെന്താണെന്ന് വളരെ വ്യക്തമായിട്ട്
എവിടെയാണ് വീണു പോയതെന്നുള്ളതും നമുക്കത് മനസ്സിലാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഏതിൽ നിന്ന് നീ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇങ്ങനെ എഴുതിയാൽ ഇന്നത്തെ വിശ്വാസിക്ക് മനസ്സിലാകത്തില്ലെങ്കിലും അന്നത്തെ വിശ്വാസികൾക്ക് മനസ്സിലാകുമായിരുന്നു. നമ്മൾ പറയും വെളിപ്പാട് ദിവസം ഭയങ്കര സങ്കീർണമായ വിഷയമാണ്, അത് വായിച്ചാൽ മനസ്സിലാകത്തില്ല, ഭയങ്കര കട്ടിയായിട്ടുള്ളതാ എന്നൊക്കെ പറയുമ്പോൾ 1-ാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ദൈവസഭയ്ക്ക് ഇതൊക്കെ അവർക്ക് മനസ്സിലായി. കൂടുതൽ കർത്താവ് വിശദീകരിച്ചില്ല, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു. കാരണം ഇതിന് മുമ്പായി ലേഖനങ്ങളിലൂടെയൊക്കെ കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം ഉപയോഗിച്ച് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വീണിരിക്കുക ഏതിലാ വീണതെന്നുള്ളത് ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഏതിൽ നിന്നാണ് എഫെസോസിലെ സഭ വീണുപോയതെന്ന കുറ്റം ദൈവം വെളിപ്പെടുത്തി എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണത്താൽ നീതിയിരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഏതിൽ നിന്ന് വീണുപോയത്? ദൈവകൃപയിൽ നിന്ന് വീണുപോയി. ഇവിടെ സഭയോട് പറയുക, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. പൗലോസ് പോയ സ്ഥലങ്ങളിലെല്ലാം ദൈവകൃപയെക്കുറിച്ച് കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച് സഭയെ പഠിപ്പിച്ച് ഉണർത്തിയിട്ടുണ്ട്. നാം നിൽക്കുന്നത് ദൈവകൃപയിലാണെന്ന് പറഞ്ഞ് നിരവധി ഭാഗങ്ങളിൽ നമുക്ക് തന്നിട്ടുണ്ട്. നാം നിൽക്കുന്നത് കൃപയാലത്രേ നാം നിൽക്കുന്നതെന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 8-10 വാക്യങ്ങളിൽ ലേഖനത്തിലൂടെ പൗലോസ് രേഖപ്പെടുത്തിയിരുന്നു നാം എവിടെയാണ് നിൽക്കുന്നുള്ളത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹമാകുന്നു. ദൈവത്തിൻ്റെ ദാനം എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ ഞാനത് ഇപ്രകാരം അതിനെ വ്യാഖ്യാനിക്കുകയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാകുന്നു. ദൈവത്തിൻ്റെ സ്നേഹമാകുന്നു. അതെ, എന്തെങ്കിലും നൽകണമെങ്കിൽ സ്നേഹമില്ലെങ്കിൽ കൊടുക്കാൻ കഴിയത്തില്ല. ഇവിടെ തൻ്റെ ജീവൻ നൽകിയെങ്കിൽ, ദാനം എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടാത്തയിടത്ത് കൊടുക്കുന്നതല്ല ദാനം. അതല്ല ദാനം. എനിക്ക് ഭാഗമാകാത്ത ഉടുപ്പോ ചെരുപ്പോ കുടയോ പഴകിയതൊക്കെ എൻ്റെ വീട്ടിലൊരു വേസ്റ്റായി കഴിയുമ്പോൾ അതെടുത്ത് ഒരാൾക്ക് വന്ന് കൊടുക്കുന്നത് ദാനധർമ്മം ചെയ്യാന്നുള്ളതാണ്. അത് പലരും ചിന്തിക്കുക, അങ്ങനെയല്ല ദാനം. എനിക്ക് വേണ്ടാത്തതിനെ കൊടുത്ത് തലയൊഴിഞ്ഞു പോകുന്ന അതിനെ ഞാൻ ഒഴിവാക്കി വിടുന്നതല്ല ദാനം. അത് നമ്മൾ കൊടുക്കുന്നത് ദാനമല്ല. വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നത്, എനിക്ക് വേണ്ട, എനിക്കത് ഉപയോഗിക്കാൻ പറ്റില്ല, അത് ഒരാൾ ഉപയോഗിച്ചോട്ടെ എന്നുള്ളൊരു, അതുപോലും ചെയ്യാത്തവരുണ്ട്. ഇപ്പോൾ നമ്മൾ മനുഷ്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ വേണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യർക്കൊന്നും കൊടുക്കാത്തവരുമുണ്ട്. ഞാൻ പറഞ്ഞില്ല, അത് ഇന്നിപ്പം പല സമയങ്ങളിലും പല രീതിയിലുള്ള ആൾക്കാർ കാണും. ഇവിടെ അത് ദാനമെന്ന് നമ്മൾ പറയും, അത് ദാനം കൊടുക്കുന്ന പറയും. അങ്ങനത്തെ ദാനമല്ലത്. ദാനം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ ചിന്തിക്കരുത്. രക്ഷദാനമാണ്, പരിശ്രമാഭിഷേകം ദാനമാണ്, കൃപാവരങ്ങൾ ദാനമാണ്, ജീവൻ തന്നെ ദാനമാണ്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനം, പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ദൈവത്തിന് സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനം. അപ്പോൾ ദൈവം തരുന്നതാണ്. എല്ലാം ദാനങ്ങളും ദൈവം തരുന്നതൊക്കെ പ്രേഷ്യസ് ആണ്, അത് വിലയേറിയതാണ്. ഇവിടെ ദാനം എന്ന് പറയുമ്പോൾ മറ്റൊരു രീതി ചിന്തിക്കരുത്. അത് അതിൻ്റെ സൂപ്പർലേറ്റീവ്, ഏറ്റവും ഉന്നതമായ രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹമാണ് നാം നിൽക്കുന്ന ഈ കൃപ എന്നുള്ളത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് പറയണം, ഈ തിരുവചന പഠനത്തിൽ പറയുന്ന കർത്താവേ, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ വില ഒന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് ദൈവസ്നേഹത്തിൽ നിന്ന് നാം മറന്നു പോകുന്നത്. അതെ, നമുക്കൊരാൾ തരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അത് മറന്നു പോകും. മനുഷ്യൻ പെട്ടെന്ന് മറന്നു പോകും. ദൈവം മറന്നു കളയുന്നില്ല. ദൈവം നമുക്ക് തരുന്നത് ദൈവത്തിന് സ്നേഹത്തിൽ നൽകുന്നതാണ്. അപ്പം ദൈവം പറയുകയാണ്, ഇത് ദൈവത്തിന് ദാനമാണ്. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. പറഞ്ഞു, നിന്റെ പ്രവൃത്തി കൊണ്ടൊന്നും അല്ല, നമ്മുടെ ആരുടെയും പ്രവൃത്തി കൊണ്ടാണ് നമ്മൾ പാപത്തിൽ രക്ഷിക്കപ്പെട്ടത്, പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചത് അല്ല. ഇവിടെ ഒരു മനുഷ്യൻ എത്ര പ്രാവശ്യം എന്തെല്ലാം ദാനധർമ്മം ചെയ്താൽ അവൻ്റെ മനസ്സിൻ്റെ, അവൻ്റെ അവൻ്റെ ആത്മാവിൽ പറ്റിയിരിക്കുന്ന പാപത്തെ പൂർണ്ണമായി കഴുകിക്കളയാൻ സാധിക്കത്തില്ല. എന്നാൽ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്,
സൽപ്രവൃത്തികളാൽ നീ നിന്റെ പാപത്തെ പാപത്തിൽ പാപമോചനം ലഭിക്കാനായിട്ട് നീ സൽപ്രവൃത്തി ചെയ്യാൻ പറയുന്നത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴും പൂർണ്ണമായിട്ടുള്ളൊരു നീതികരണം ഒരു മനുഷ്യൻ ലഭിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നാം നാം പ്രശംസിക്കാതിരിക്കാൻ നമ്മുടെ പ്രവൃത്തികളും കാരണമല്ല. ഞാൻ നല്ല പ്രവൃത്തി ചെയ്തിട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. പാപം ഒരുപോലെയാണ്. അത് ജനിക്കുമ്പോൾ എല്ലാവരും ഒരുപോലെയാണ് ജനിക്കുന്നത്. വളരുമ്പോൾ ആ വളർച്ചയിൽ വിവിധ നിലവാരങ്ങളിലേക്ക് നാം മാറുന്നു. ചിലർ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക്, മണ്ണത്തിൽ നിന്ന് മണ്ണത്തിലേക്ക് മാറുമ്പോൾ, ഒരുപോലെ ജനിക്കുന്ന പാപത്തിൽ ജനിച്ച മനുഷ്യൻ വളർന്നു വരുമ്പോൾ ജീവനിൽ നിന്ന് ജീവങ്കിലേക്ക് പോകുന്നതാണ് ക്രിസ്തീയ വിശ്വാസം എന്നുള്ളത്. നമുക്ക് ജീവനിൽ നിന്ന് ജീവങ്കിലേക്കുള്ള വാസനയാകുമ്പോൾ ഒരുപോലെ ജനിച്ച മനുഷ്യൻ, അത് ഏത് മനുഷ്യൻ എവിടെ ജനിച്ചാലും എല്ലാവരും ഒരുപോലെയാണ് ജനിക്കുന്നത്. എല്ലാവരും പാപത്തിലാണ് ജനിക്കുന്നത്. പാപത്തിൽ വളർന്ന് ചിലർ മനസ്സാന്തരപ്പെടാതെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക്, അഥവാ മണ്ണത്തിൽ നിന്ന് മണ്ണത്തിലേക്ക് പോകുന്ന വാസനയുമായി അവർ ജീവിക്കുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നത്, നാം ജീവനിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് ആ ജീവന്റെ നിത്യജീവനിലേക്കുള്ള യാത്രയിലാണ് ദൈവമക്കൾ ആയിരിക്കുന്നത്. ജീവനിലേക്ക് പോകുന്നു. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല. അതിന് കാരണമായിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. എന്നിട്ട് പറയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി മുഖാന്തരം നാം ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെ നാം രക്ഷിക്കപ്പെട്ടു. അങ്ങനെ എന്തിനു വേണ്ടിയാണ് നമ്മെ സ്നേഹിച്ചത്, നമ്മളെ രക്ഷിച്ചത്? അത് സുവിശേഷത്തെക്കുറിച്ച് ഇപ്രകാരം നമുക്ക് രേഖപ്പെടുത്താം. പരിശുദ്ധാത്മാവാം ദൈവം സുവിശേഷത്തിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നത് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തെയും പുത്രനാം ദൈവത്തിൻ്റെ പ്രവൃത്തിയെയുമാണ്. ഇതിനപ്പുറമായി യാതൊരുവിധ സ്നേഹമോ പ്രവൃത്തിയോ ഇല്ല എന്നുള്ള വിശ്വാസത്തെയാണ് ആദ്യ വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ ആവർത്തിക്കാം. പരിശുദ്ധാത്മാവാം ദൈവം സുവിശേഷത്തിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തെയും പുത്രനായ ദൈവത്തിൻ്റെ പ്രവൃത്തിയെയുമാണ്. ഇതിനപ്പുറമായി യാതൊരുവിധ സ്നേഹമോ പ്രവൃത്തിയോ ഇല്ല എന്നുള്ള വിശ്വാസത്തെയാണ് ക്രിസ്തീയ വിശ്വാസം അഥവാ ആദ്യ വിശ്വാസം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഞാനൊരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ, ഞാൻ സൽപ്രവൃത്തി ചെയ്തതുകൊണ്ടോ, ഞാൻ നല്ലവനെന്ന് ചിന്തിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ടോ അല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്താൽ തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ച് അവൻ കാൽവറിയിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചത് പ്രവൃത്തിയാണ്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ പ്രവൃത്തി ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനമാണ്. അപ്പം ഇതിനപ്പുറമായിട്ട് മറ്റ് യാതൊരു പ്രവൃത്തിയോ സ്നേഹമോ ഇല്ല എന്ന് വിശ്വസിക്കുന്നതിനെയാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത്. അതിനെയാണ് ആദ്യ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരാൾ ചോദിക്കും, നീ വിശ്വസിച്ചിട്ട് രക്ഷ പ്രാപിച്ചുവോ? നീ വിശ്വസിക്കുന്നുവോ? വിശ്വാസി എന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഈ ഒരു വിശ്വാസി, ഒരു ബിലീവർ എന്നതിൻ്റെ അർത്ഥം പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തെയും പുത്രനാം ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും അപ്പുറമായി മറ്റൊരു സ്നേഹമോ പ്രവൃത്തിയോ ഇല്ല എന്ന് വിശ്വസിക്കുന്നതിനെയാണ് ബിലീവേഴ്സ് എന്ന് പറയുന്നത്, വിശ്വാസി എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ അതാണ്. ഇതിനെ അപ്പുറമായിട്ട് ഇനി കൂടുതൽ വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസം, ഡിവൈൻ ഫെയ്ത്ത്, അത് ദൈവത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത്. അത് ദൈവത്താലാണ്, ആ സ്നേഹമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തി മുഖാന്തരമാണ് നമുക്കത് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടു. എന്തില്? കൃപ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൃപ. ആ കരുണയുടെ സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ നമ്മളോട് പിതാവാൻ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നത് മുഖാന്തരമായി, അവൻ മുഖാന്തരമായി നാം രക്ഷിക്കപ്പെടുവാൻ എത്തുന്നു. എന്നിട്ട് അവൻ്റെ കൈപ്പണി ആയി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശു സൃഷ്ടിക്കപ്പെട്ടതാകുന്നു നാം ചെയ്തു പോരേണ്ട ദൈവവ നമ്മൾ മുന്നൊരുക്കിയിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതും പാപമോചനം പ്രാപിച്ചു എന്നുള്ളതും നമ്മുടെ ക്രെഡിറ്റ് കൊണ്ടല്ല, നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല. അതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തിന് മാത്രമേ മനുഷ്യൻ്റെ പാപത്തിന് അവനെ രക്ഷിക്കാൻ കഴിയും. എന്നാൽ അങ്ങനെ രക്ഷിക്കപ്പെട്ട് പുതിയ സൃഷ്ടികളായിരിക്കുന്നവർ
അവർ സൽപ്രവർത്തികളിൽ ഉത്സുകരായിരിക്കണം. അപ്പം ചിന്തിക്കേണ്ടത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തെന്നല്ല അർത്ഥം. അത് മനസ്സിലാക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പം ദൈവമക്കളായി ഇനി നമുക്ക് പ്രവൃത്തിയൊന്നും വേണ്ട, ദൈവം എല്ലാം ചെയ്തില്ല, കർത്താവ് നമ്മുടെ പ്രവർത്താവ്, അങ്ങനെയല്ല അർത്ഥം. ഒരു സൽപ്രവൃത്തി കൊണ്ടും ആർക്കും രക്ഷിക്കപ്പെടാൻ കഴിയത്തില്ല. സൽപ്രവൃത്തികൾ കൊണ്ട് ആത്മരക്ഷ പ്രാപിപ്പാൻ കഴിയത്തില്ല. അതിന് യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി മുഖാന്തരമുള്ള രക്തത്താലുള്ള ശുദ്ധീകരണം മാത്രമേ ഉള്ളൂ. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷമായി, നാം സ്നാനപ്പെട്ട ശേഷമായി ദൈവസഭയുടെ അംഗങ്ങളായി തീർന്നു കഴിഞ്ഞാൽ നാം ചെയ്യുന്നതെല്ലാം സൽപ്രവൃത്തികളായിരിക്കണം. ഇതിനെയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. എന്താണ് ക്രിസ്ത്യൻ ലൈഫ്? എന്താണ് ക്രിസ്ത്യൻ ലൈഫ്? എന്താണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത്? അപ്പം ഇത് മനസ്സിലാക്കാമെങ്കിൽ വളരെ സിമ്പിളായി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. സൽപ്രവൃത്തികളല്ല നാം രക്ഷിക്കപ്പെട്ടത്. എന്നാൽ ആ ക്രിസ്തു മുഖാന്തരമുള്ള പ്രവൃത്തി മുഖാന്തരം നാം രക്ഷിക്കപ്പെട്ടതുകൊണ്ട് അവൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുന്ന അവൻ്റെ ആരാധനക്കാരായിരിക്കുന്നവർ നാം സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മളെയല്ല അവിടെ കാണുന്നത്, നമുക്ക് വേണ്ടി ജീവൻ തന്ന ക്രിസ്തുവിനെയാണ്, സാക്ഷാൽ ദൈവത്തെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലൂടെ ലോകം മനസ്സിലാക്കുന്നത്. അതിനെയാണ് നാം ലോകത്തിൻ്റെ വെളിച്ചമാകുന്നെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന കർത്താവ് പറഞ്ഞത്, സൽപ്രവൃത്തികൾ ദൈവസഭ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൂടി വരുന്ന ദൈവസഭ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ വിശ്വാസം എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും. അതിനെയാണ് ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ വെളിച്ചമായി നാം മാറും. അപ്പം നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ കൊണ്ട് അവർ പറയും, ഇവര് വിശ്വാസികളാകട്ടോ. നമുക്കറിയാമല്ലോ, ഒരു അസാധാരണമായിരിക്കുന്ന സ്നേഹമോ പ്രവൃത്തിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം തോന്നും, നമ്മൾ പുറമേയുള്ള ഔട്ട്വേർഡായിട്ടുള്ളൊരു ലക്ഷണങ്ങൾ കാണുന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരാളുടെ ജീവിതത്തിൻ്റെ ആ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്കതിനെ തോന്നും, ഇദ്ദേഹം ഒരു വിശ്വാസിയായിരിക്കും, ദൈവഭയമുള്ള ഒരു വിശ്വാസിയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുന്നത് പിതാവിനാണ്. നല്ലൊരു മകനും ഒരു മകളും സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുന്നത് മാതാപിതാക്കൾക്കാണെങ്കിൽ, ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ആത്മീയ ജീവിതത്തിലെ നല്ല വിശ്വാസികളാണെങ്കിൽ അതിൻ്റെ സകല ക്രെഡിറ്റും കിട്ടുന്നത് ജീവൻ തന്ന നമ്മുടെ പുത്രനാം ക്രിസ്തുവിനും അവനെ ലോകത്തിലേക്ക് അയച്ച പിതാവിനും അവനെ വെളിപ്പെടുത്തി തന്ന പരിശുദ്ധാത്മാവിനുമാകുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ജീവിതത്തെയാണ് ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം എന്ന് വേദപുസ്തകം വിവക്ഷിക്കുന്നത്. എന്താണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി? എന്താണ് ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം? ഇതുവരെയും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രാത്രി പറഞ്ഞ കർത്താവേ, എനിക്ക് സൽപ്രവൃത്തികൾ ഒന്നും ചെയ്ത് അങ്ങ് വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എന്താ സൽപ്രവൃത്തികൾ? സൽപ്രവൃത്തികൾ നമുക്കറിയാം, ദുഷ്ടത ചെയ്യാതെ ചെയ്യുന്ന എല്ലാം സൽപ്രവൃത്തികളാണ്. അതെ, നാം മറ്റാരും ഉപദ്രവിക്കുന്നില്ല, അതെ, മറ്റവർക്ക് നന്മ വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, എൻ്റെ സഹോദരവർഗങ്ങൾ, എൻ്റെ അയൽവക്കം, എൻ്റെ ചുറ്റുപാടുകൾ, അവരായിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന് നീ അവരെ വിടിവിക്കണമേ, അവരെ രക്ഷിക്കണമേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ഉപദ്രവിക്കുന്നവരെ നാം അനുഗ്രഹിക്കുന്നവരാ. അതെ, നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ക്രിസ്തു അത് നമ്മളെ പഠിപ്പിച്ചു തന്നു. ശത്രുക്കളെ സ്നേഹിക്കുവാൻ യേശു പഠിപ്പിച്ചു തന്നു. അതല്ലേ ഏറ്റവും വലിയ സൽപ്രവൃത്തി? എല്ലാവരും പല്ലിന് കൊല്ലും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരവും നിൽക്കുമ്പോൾ അവരാരും നമ്മളെ അംഗീകരിക്കുന്നില്ലെങ്കിലും നമുക്ക് ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ശത്രുക്കൾ വിചാരിക്കുന്നവരെ നമുക്ക് ദിവസങ്ങളിൽ സ്നേഹിക്കാൻ തുടങ്ങാമെങ്കിൽ കർത്താവ് പറയും, നിന്നിൽ എൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. അതിനെയാണ് സൽപ്രവൃത്തികളിൽ നാം ക്രിസ്തുവേശു സൃഷ്ടിക്കപ്പെട്ടവരാകുന്നത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പറയാനും പഠിപ്പിക്കാനും എളുപ്പമാണ്, കേൾക്കാനും എളുപ്പമാണ്. പക്ഷേ പ്രാവർത്തികമാക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കിത് പഠിപ്പിക്കാൻ അറിയാം, നിങ്ങൾക്കിത് കേൾക്കുവാനും കഴിയും. പക്ഷെ എന്നാൽ നമ്മളെല്ലാവരും ഒരുപോലെ പലതിലും തെറ്റിപ്പോകുന്നുണ്ട്.
സ്നേഹിക്കേണ്ട പോലെ സ്നേഹിക്കുവാനോ ജീവിക്കേണ്ട പോലെ ജീവിക്കുവാനോ നമുക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ സമ്മതിക്കണം. അല്ലാതെ വ്യത്യസ്തമായിട്ട് ആരുമില്ല. ഈ സന്ദേശം കേൾക്കുന്ന, ഞാൻ ഈ പഠിപ്പിക്കുന്ന, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇത് രാത്രിയിൽ സമ്മതിക്കണം. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങേ ലോകത്തിന് പ്രദർശിപ്പിക്കുവാൻ എൻ്റെ ജീവിതത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് സമ്മതിച്ചാൽ മാനസാന്തരമാകും. അപ്പോൾ എഫെസോസിലെ സഭയെക്കുറിച്ച് മാത്രം പഠിക്കുകയല്ല ഈ രാത്രിയിൽ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, മാനസാന്തരപ്പെടണം. നമുക്ക് മാനസാന്തരം ആവശ്യമുണ്ടോ? രാത്രി ദൈവാത്മാവ് ചോദിക്കുക, നീ എല്ലാം തികഞ്ഞതാണോ? ഒരു കുറവ് നിനക്കില്ലേ? നിനക്ക് ആദ്യ സ്നേഹമുണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹമുണ്ടോ? വിശ്വാസമുണ്ടോ? സൽപ്രവൃത്തിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാത്രി പറഞ്ഞ കർത്താവേ, ഞാനതിൽ കുറവുള്ളവനാ. ദൈവത്തിന് സമർപ്പിക്കാമെങ്കിൽ ദൈവത്തിന് പഠനം കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട്. സാത്താൻ്റെ തന്ത്രങ്ങളെ നാം തകർക്കുകയാണെന്ന് രാത്രിയിൽ. അവൻ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കുന്നത് ഒരു കുഴപ്പമില്ല, എല്ലാം തികഞ്ഞവരാ, പറന്നു പോകാമെന്നൊക്കെയുള്ള ചിന്തയെ വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് വെറുമൊരു ചിന്തയെ ആയി നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഹങ്കരിച്ചു പോകാതെ ദിവസങ്ങളിൽ നമുക്ക് പറയാൻ, കർത്താവേ, എനിക്ക് ഇന്ന് ഈ ദിവസം ഒരു സൽപ്രവർത്തി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ പറഞ്ഞത് പൊതുവെ ഞാൻ പറയുക, നമ്മൾ പ്രാർത്ഥിച്ചത്, മറ്റൊരു വേണ്ടി ഇടിവിൽ നിന്നത് ഒക്കെ സൽപ്രവൃത്തികളാകട്ടോ. എന്നാൽ നമുക്ക് പറയാൻ, കർത്താവേ, ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്യേണ്ടതുപോലെ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ആകേണ്ടതുപോലെ ഒന്നും ആയിട്ടില്ല. അങ്ങ് ചെയ്തത് വിചാരിച്ചാൽ, നീ സ്നേഹിച്ചത് വിചാരിച്ചാൽ, നീ കരുതിയത് വിചാരിച്ചാൽ, കർത്താവേ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ദൈവത്തിന് സമ്മതിക്കാം. അപ്പം ഈ സൽപ്രവർത്തികൾക്കായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും ദുഷ്പ്രവൃത്തി ചെയ്യരുത് എന്ന് ഞാനൊന്ന് ദൈവാത്മാവിൽ ഓർപ്പിക്കുക. അത് നമുക്കറിയാം, ഒരു ഗുണവും ചെയ്തില്ലെങ്കിലും ദോഷമൊന്നും ആയിരിക്കണം ദൈവമക്കൾ. ഈ പേരുകൊണ്ട് പെന്തക്കോസ്തുകാരായിട്ട് പ്രവൃത്തി മോശമാണെങ്കിൽ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമ്മൾ തുറന്ന് പഠിക്കുമ്പോൾ ചിന്തിക്കും, പ്രവൃത്തിയെക്കുറിച്ച് പഠിക്കും. അതിന് രാത്രി നാം ഒന്ന് ഓർപ്പിക്കുന്നത്, നാം ആർക്കും ഒരു ദോഷം വരാതിരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമർപ്പിക്കാം. സൽപ്രവർത്തികൾ മുന്നോട്ട് വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവസ്നേഹമാകുന്ന ആദ്യ സ്നേഹത്തിൽ നിന്നുള്ള അകൽച്ച ഒരുവനെ ജീവൻ തന്ന് രക്ഷിച്ച യേശുവിനെ മറന്ന് സ്വയം പ്രശംസയിലേക്കും തന്മൂലം ദൈവകൃപയിൽ നിന്ന് വീണുപോകുവാനും ഇടയാക്കുന്നു. അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട ആ പദവിയിൽ നിന്ന്, ആ സ്നേഹത്തിൽ നിന്ന് ഞാൻ എന്തെങ്കിലും എൻ്റെ സ്വന്തമായി ഞാൻ എടുക്കാൻ തുടങ്ങിയാൽ അവിടം കൊണ്ട് വിള്ളലുണ്ടാക്കുകയാണ്. അത് ദൈവ സ്നേഹമാകുന്ന ആദ്യ സ്നേഹത്തിൽ നിന്നുള്ള അകൽച്ച, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ എൻ്റെ സകല പ്രശംസയും, എൻ്റെ സകല അഭിമാനവും, എൻ്റെ സകല പുകഴ്ചയും സാക്ഷാൽ ദൈവമാണെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റേതായിട്ടുള്ള ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പോകത്തില്ല. അങ്ങനെ എന്തെങ്കിലും നാം എടുക്കാൻ പോയാൽ അത് ദൈവസ്നേഹത്തിനുള്ള അകൽച്ചയെ കാണിക്കുകയാണ്. ഞാനെന്നുള്ള അതിലേക്ക് നാം കടന്നു വന്നാൽ നാം ദൈവത്തിന് അകലുവാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ അകൽച്ച ഒരുവനെ ജീവൻ തന്ന് രക്ഷിച്ച യേശുവിനെ മറന്ന് സ്വയം പ്രശംസയിലേക്കും തന്മൂലം ദൈവകൃപയിൽ നിന്ന് വീണുപോകുവാനും അതിടയാക്കുന്നു. അപ്പം സ്വയം പ്രശംസ നടത്തി യേശുവിനെ മറന്നു കളഞ്ഞു അല്ലേ? ഇവിടെ എന്നെയാണോ വെളിപ്പെടുത്തേണ്ടത്? നമ്മളെയാണോ വെളിപ്പെടുത്തേണ്ടത്? മറ്റുള്ളവർ നമ്മളെ പ്രശംസിച്ചോട്ട് ഉണ്ടെങ്കിൽ അത് വേണ്ടതാണ്, അതൊക്കെ ആവശ്യമാണ്. ഒരാൾ നല്ല ചെയ്താൽ നല്ലതാണെന്ന് പറയണം, പ്രശംസിക്കണം. പക്ഷേ സ്വയം പ്രശംസ പാടില്ല. സ്വയം പ്രശംസയിലേക്ക് വന്നിട്ട് നമ്മൾ ദൈവത്തെ മറന്ന് ദൈവത്തെ നകലുന്നതിനെയാണ് നാം ആദ്യ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുക എന്നതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. അതിൻ്റെ വ്യക്തതയാണ് ഗലാത്യ ലേഖനത്തിൽ നാം വായിച്ചത്. അവർ വീണുപോയത് ന്യായപ്രമാണത്തിൽ നീതീകരിക്കപ്പെട്ട്, അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഞാൻ നീതീകരിക്കപ്പെട്ടത് എൻ്റെ പ്രവൃത്തി കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ പ്രവൃത്തി കൊണ്ടാണ്, എൻ്റെ കുടുംബത്തിൻ്റെ മഹിമ കൊണ്ടാണ്, ഞങ്ങൾ അങ്ങനെയായിരുന്നു, ആനയായിരുന്നു, ചേനയായിരുന്നു ഒക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ അവിടം കൊണ്ട് ദൈവസ്നേഹത്തിൽ നിന്ന് അകലുകയാണ്. നമ്മുടെ കുടുംബ മഹിമ കൊണ്ടോ നമ്മുടെ സ്ഥാനം കൊണ്ടോ നമ്മുടെ സൽപ്രവൃത്തി കൊണ്ടോ ഒന്നുമല്ല. കർത്താവേ, ഞാൻ മഹാപാപിയായിരുന്നു, എന്നാൽ ആ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത്
അങ്ങ് സ്നേഹിച്ച സ്നേഹനിമിത്തമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയ്ക്ക് സകല പ്രശംസയും നൽകുന്നു. സകല മാനത്തിനും അങ്ങാണ് യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നാം ഇവിടെ കുമ്പിട്ട് നമസ്കരിക്കാമെങ്കിൽ, പൗലോസ് 4:5 അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട്, നീ സകലത്തിനും യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനം ഭാഗിടും. അതെ, തേജസ്കരിക്കപ്പെട്ട ദൈവസഭ കർത്താവിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ അവിടെ നാം പൊൻകിരീടധാരികളായിട്ട് നിൽക്കേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് ആദ്യം എടുത്തു പോകുന്നത്, ഇവിടെ നാം ദൈവത്തെ നമസ്കരിക്കാൻ തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പൊൻകിരീടധാരികളായിട്ട് ദൈവം നമ്മളെ അവിടെ നിർത്തുമ്പോൾ കിരീടം ഊരി വെച്ചിട്ട് അവൻ്റെ സന്നദ്ധിയിൽ നാം വീണ് നമസ്കരിക്കും. അതുകൊണ്ട് ഇവിടെ നമുക്ക് തുടങ്ങാം. അതെ, അവിടെ എത്താൻ വേണ്ടി നമുക്ക് ദിവസങ്ങളിൽ ഒരു ആരംഭമിടാം. അതെ, എൻ്റെ പ്രശംസ, എൻ്റെ പുകഴ്ച അത് അങ്ങാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അതിന് നമുക്ക് ആരംഭമിടുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. അതിൻ്റെ 4-ാം അധ്യായം ഞാൻ വേഗത്തിൽ വായിക്കാം. 24 മൂപ്പന്മാർ സിംഹാസനത്തിരിക്കുന്നതിൻ്റെ മുമ്പിൽ വീണു. എന്നേക്കും ജീവിച്ചിരിക്കുന്ന എന്നിവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവൻ, എല്ലാം നിന്റെ ഹിഷ്ടം ഹേതുവായി ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. എത്ര മനോഹരമായ ഒരു രംഗമാണ്. ധാരാ ചെയ്യുന്നത് ഈ ജയാളികളായി ചെല്ലാനുള്ളവരാണ്. അതിനെവിടെയാ തുടക്കമിടേണ്ടത്? നമ്മുടെ ഈ ജീവിതത്തിലാണ്. ഇത് പഠിപ്പിക്കുമ്പോൾ ഈ ദൈവസ്നേഹത്തിൻ്റെ അവിടെ അത് ചെയ്യുവാൻ വേണ്ടി ഭാവിയിൽ അവിടെ സ്വർഗത്തിലെത്തിയിട്ട് കിരീടങ്ങളെ അവിടെ ഇട്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണമെങ്കിൽ, അതെ, ഈ കിരീടം ധാരികളായി ദൈവസന്നിധി നിൽക്കുന്ന ദൈവത്തിൻ്റെ തേജസ്സുള്ള ദൈവസഭ അവിടെ അത് ഇടുവാൻ ഇട്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. ഈ ലഭിച്ചതെല്ലാം കുഞ്ഞാടേ നിന്റെ ദാനമാണ്. പിതാവിനെ മുഖാമുഖം കണ്ടുകൊണ്ട് പുത്രൻ്റെ മുമ്പിൽ പരിശുദ്ധമാവിൻ്റെ കൃപയിൽ എടുക്കപ്പെടുന്ന സഭ അന്നതിടുമ്പോൾ അതിനിവിടെ തുടക്കമിടണം. നമുക്കിവിടെ ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ നമുക്ക് പറയാം, കർത്താവേ, ഇന്ന് ഞാൻ ജീവിച്ചത്, ഞാൻ എന്തെങ്കിലും നന്മ ചെയ്തത് എൻ്റെ കൃപയാണ്. നീ സകല പുകഴ്ചയ്ക്കും സകല മാനത്തിനും സകലത്തിനും യോഗ്യനാകിയ സകല മഹത്വം അങ്ങേക്ക് നൽകുന്നെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുജീവിതം മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആ പ്രമാണത്തിന് എതിരിക്കപ്പെടാൻ ഇച്ഛിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. നമ്മുടെ പാരമ്പര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ദിവസങ്ങളിൽ യേശുവിൻ്റെ സ്നേഹത്തോടൊന്നും ചേർക്കരുത് കേട്ടോ. അത് നീതീകരണം ക്രിസ്തു മുഖാന്തരമാണ്. എന്നാൽ ന്യായപ്രമാണത്താൽ കൂടി നീതീകരിക്കപ്പെടാൻ സാധിക്കുമെന്നുള്ള ചിന്ത ഗലാത്യ സഭകളിലുണ്ടായപ്പോൾ അതിനെ കർക്കശമായിട്ട് എതിർത്തു. എഫെസ്യ സഭയ്ക്കും അതിനുള്ള ചില സംഗതികളിലേക്ക് ജാതിസ്നേഹത്തിൽ നിന്നും മാറിപ്പോകുന്ന, ദൈവകൃപയിൽ നിന്ന് അകന്നു പോകുന്ന പ്രവണത വരാൻ കാരണം ആദിസ്നേഹം നഷ്ടപ്പെട്ടതാണ്. ഇവിടെ ഇവർ പ്രവൃത്തികളാൽ നീതിയിരിക്കപ്പെടാമെന്നുള്ള ചിന്താഗതി ന്യായപ്രമാണത്താൽ നീതിയിരിക്കപ്പെടാൻ ഇച്ഛിക്കുവാൻ തുടങ്ങിയപ്പോൾ, പ്രവൃത്തി കൊണ്ട് നീതിയിരിക്കപ്പെടാൻ ടീച്ചിങ് വന്നപ്പോൾ അവിടെ പൗലോസ് പറഞ്ഞു, നമ്മുടെ ആരുടെയും പ്രവൃത്തി കൊണ്ട് നീതിയിരിക്കപ്പെടാൻ കഴിയത്തില്ല, കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ശക്തി കൊണ്ട് അവൻ പ്രവർത്തിച്ച മുഖാന്തരമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അതാണ് യഥാർത്ഥമായ പ്രവൃത്തി, അതിൽ വിശ്വസിക്കണം. അതിന് വേർപെട്ടു പോയി നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ നമ്മെ ദൈവകൃപയെ നകറ്റിക്കളയാൻ ശ്രമിച്ചാൽ അത് ശത്രുവിൻ തന്ത്രമാണ്, തിരിച്ചറിയണം. അതിനെ നാം ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലും നീതിയിരിക്കപ്പെടാമെന്നുള്ള ചിന്താഗതി പിന്നീട് എഫെസോസിൽ ചിലരുടെ ഉള്ളിൽ ഉടലെടുത്തിരുന്നു. അതാണ് അവർ ദൈവകൃപയിൽ നിന്ന് വീണു പോകുവാൻ കാരണമായി തീർന്നത്. പ്രകാരമുള്ള ചിന്താഗതികളെ സൂക്ഷിക്കണമെന്നാണ് തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ വിശദീകരണം ഏതായിരുന്നു അവിടെ ഉടലെടുത്ത ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയത് എന്താണെന്നുള്ളത് ഇതിൻ്റെ എഫെസ്യ സഭയുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ എന്താണ് ആദിസ്നേഹവും ആദ്യ പ്രവൃത്തി എന്നുള്ളത് നാം മനസ്സിലാക്കി. അതുപോലെ ആദ്യ വിശ്വാസം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നും. അപ്പോൾ എന്താണ്
ദൈവകൃപയിൽ നിന്ന് അവർ വീണുപോയതിൻ്റെ പ്രതികളത്തെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടി അവരുടെ നന്മ എന്താണെന്ന് പറയുന്നിടത്ത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിലും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടാമെന്നുള്ള ചിന്താഗതി പിന്നീട് എഫെസോസിൽ ചിലരുടെ ഉള്ളിൽ ഉടലെടുത്തിരുന്നു. അതിൻ്റെ പിമ്പിൽ ആരാണ് പ്രവർത്തിച്ചെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അത് ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് കർത്താവ് ഇത് വെളിപ്പെടുത്തിയ ദൈവസഭയോട് പറയുകയാണ്, നീ അതിനെ ഇതിൻ്റെ പരിഹാരം ഇത്രയേ ഉള്ളൂ, മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് എൻ്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നീ ഏത് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെടാതെ പ്രവൃത്തി ചെയ്യുക. നമുക്കിന്ന് രാത്രിയിൽ ഒരു സ്വയശോധനയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഏതിലാണ് വീണുപോയത്? ദൈവകൃപയിൽ തന്നെയാണ് നാം നിൽക്കുന്നത്? കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എവിടെയെങ്കിലും സ്വയപ്രശംസ എടുക്കുന്നുണ്ടോ? ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ? നമുക്ക് സൽപ്രവൃത്തി ചെയ്യാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല എന്നാണെങ്കിൽ നല്ലതാണ്. അതല്ല, എല്ലാം നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഉത്തരമാണെങ്കിൽ നാം അതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഈ പഠനം നമ്മെ തികവുള്ളവരാക്കി തീർക്കുവാൻ, ശത്രുവിൻ്റെ പിടിയിലാകപ്പെടാതിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. അത് അങ്ങനെ ചെയ്തെടുത്താൽ നാം ഭാഗ്യമുള്ളവരാണ്. നമ്മൾ കുറച്ച് പേര് കേൾക്കുന്നുണ്ടെങ്കിലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവം എന്നെ സ്നേഹിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നു. ഞാൻ വെളിപ്പാട് പഠനത്തിൻ്റെ വ്യാഖ്യാനം 3-ാം പ്രാവശ്യം എടുക്കുക. ഓരോ പ്രാവശ്യം പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും എനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ ദൈവത്തെ എനിക്ക് സ്നേഹിക്കേണ്ട പോലെ സ്നേഹിപ്പാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ ദിവസവും ഞാൻ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഞാൻ ദൈവത്തിൻ്റെ ആകേണ്ടതുപോലെ എനിക്ക് ആകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കുറവാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ എത്ര പഠിച്ചാലും എത്ര പ്രസംഗിച്ചാലും എന്തെല്ലാം ചെയ്താലും നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി മാനസാന്തരപ്പെടാം. സൽപ്രവർത്തികൾ ഉത്സവരായി തരുവാൻ, ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുവാൻ, ദൈവത്തിൻ്റെ പ്രശ്ന പരിഹാരമായി പറഞ്ഞിരിക്കുന്ന മാനസാന്തര അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് തുണ ചെയ്യട്ടെ എന്നുള്ളത് ഇന്ന് രാത്രി ഓർപ്പിക്കുന്നു. അപ്പം അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്താകുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, അല്ല ഞാൻ വരികയും അതിൻ്റെ പ്രശ്നപരിഹാരത്തോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുക. 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ അല്ല ഞാൻ വരികയും, നീ മാനസാന്തരപ്പെടുക, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ വരികയും, നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. മുന്നറിയിപ്പ് കൊടുത്തു, വാണി, നീ ചെയ്യണം, മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ ഞാൻ വരും, നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. എബിസഭയോട് പറഞ്ഞു, നീ ഗുണപ്പെടുന്നില്ലെങ്കിൽ, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, ഈ ദൂത് എഴുതി അയക്കുന്നത് അത് ദാസനായിരിക്കുന്ന യോഹന്നാനെ കൊണ്ട് ഞാൻ എഴുതി അയക്കുന്നത് എഫെസോ സഭയെ നീ ആദ്യ സ്നേഹത്തിൽ നിന്ന് വിട്ടുകളഞ്ഞ ദിവസങ്ങളിൽ മാനസാന്തരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ദൈവസ്നേഹത്തിന് അകന്നുകൊണ്ടിരിക്കുക, കൃപയിൽ നിന്ന് വീണുകൊണ്ടിരിക്കുക. അത് പൂർണ്ണമായി നീ വീണുപോകാതിരിക്കുവാൻ നിനക്കൊരു മാനസാന്തരത്തിന് സമയം തന്നിരിക്കുക. ആകയാൽ മാനസാന്തരപ്പെടുക. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാൻ ഞാൻ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നീക്കുകയും ചെയ്യും. ദൈവത്തിന് ആരോടും മുഖപക്ഷമില്ല. മാനസാന്തരപ്പെടാനുള്ള അവസരം നൽകിയിട്ടും അതിന് കീഴ്പ്പെടാതെ ദൈവകൽപ്പനയോട് മറുതലിച്ചാൽ അതിന് തക്കതായ കഠിന ശിക്ഷയായിരിക്കും ലഭിക്കുന്നത്. അത് ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടിയാ ദൈവം നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്നത്. അപ്പോൾ എഫെസോസിലെ സഭ കുറവുകൾ പരിഹരിക്കുന്നതിൽ അലസത കാണിച്ചാൽ അതിൻ്റെ നിലയിൽ നിന്ന് അതിനെ നീക്കിക്കളയുന്നുള്ള അതിശക്തമായ മുന്നറിയിപ്പായിരുന്നു അന്ന് അവർക്ക് ലഭിച്ചത്. ഇന്നും നമുക്കിത് ലഭിക്കുന്നുണ്ട്. നമ്മൾ വചനം വായിക്കുമ്പോൾ പഠിക്കുമ്പോഴൊക്കെ കണ്ണിക്കൂടെ കുടുകിടാ കണ്ണുനീർ വീഴണം. മനസ്സിലാക്കണം, ദൈവസ്നേഹത്തിൽ ഒന്നും മാറ്റില്ലെന്ന് മനസ്സിലാക്കണം. വായിച്ചിട്ട് ചിന്തിച്ചിട്ട് എഴുന്നേറ്റ് പോവുകയല്ല ചെയ്യേണ്ടത്. നാം മാനസാന്തരപ്പെടണം, അനുദിനം മാനസാന്തരപ്പെടണം. മറ്റാരും പറഞ്ഞിട്ടല്ല മാനസാന്തരപ്പെടേണ്ടത്. നമ്മുടെ മുഖത്ത് നമ്മൾ നോക്കുന്ന കണ്ണാടി പോലെയാ ദൈവവചനം. ഇത് വായിക്കുമ്പോൾ അത് നാം കണ്ണാടിയെ നോക്കിയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ നാം എത്രമാത്രം മുഖത്തൊന്നും ഇല്ലാതിരിക്കാതെയാണ് നമ്മൾ പോകുന്നല്ലേ. അതൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ മുഖം നോക്കാൻ വേണ്ടി കണ്ണാടി ഉണ്ടെങ്കിൽ
നമ്മുടെ ഹൃദയത്തെ നോക്കാനുള്ള ദൈവിക കണ്ണാടിയാണ് ദൈവത്തിൻ്റെ വചനം. അതിന് മുമ്പാകെ നോക്കിയിട്ട് നമുക്ക് വന്നിരിക്കുന്ന ആ കുറവുകളെ ദിവസം മാറ്റുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധമാവത്തോട് നടക്കട്ടെ. അപ്പോൾ നോഹയുടെ കാലത്ത് വർഷത്വം പെരുകിയപ്പോൾ സകല മനുഷ്യരെയും ഭൂമിയിൽ നിന്ന് നശിപ്പിച്ച് കളയുമെന്ന് ദൈവം അരുളി ചെയ്തു. ദൈവം പറഞ്ഞു, മുഴുവൻ ഞാൻ നീക്കിക്കളയും. എബേസയോട് പറഞ്ഞു, നിന്നെ ഒറ്റണമില്ലാതെ എല്ലാത്തിനും ഞാൻ എന്ത് ചെയ്യും? നീക്കിക്കളയും. അതിനർത്ഥം ആരെങ്കിലും മടങ്ങി വരുമ്പോൾ ദൈവത്തെ അറിയാം. നോഹയുടെ കാലത്തെക്കുറിച്ച് പറഞ്ഞു, സകല മനുഷ്യൻ നശിപ്പിച്ച് കളയെന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ദൈവം നോക്കിയത് ഒരു കുടുംബമെങ്കിലും കാണുമെന്നാണ്. നിങ്ങളുടെ സഭയെ മൊത്തമായി പറഞ്ഞു, ഞാൻ നീക്കിക്കളയും. എന്നാൽ ദൈവം നോക്കിയത് അത് ഈ ദൂത് ചെല്ലുമ്പോൾ ഒരകത്ത് കേൾക്കുന്ന ചില ജീവിതങ്ങൾ മാനസാന്തരപ്പെടും, അവർ ആദ്യ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരും, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ദൂത് കർക്കശമാകട്ടോ. അപ്പോൾ അതങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി ദൈവം സ്നേഹത്തോടെയാ കാത്തിരിക്കുന്നത്. നോഹയുടെ കാലത്തും പറഞ്ഞല്ലോ, ഭൂമിയിൽ നിന്ന് സകല മനുഷ്യരെയും ഞാൻ ഭൂമിയിൽ ഛേദിച്ച് കളയുന്നതാണ് ആദ്യം പറഞ്ഞത്. എന്നാൽ ദൈവം നോക്കിയത് എൻ്റെ ഈ പദ്ധതി നിറവേറ്റുവാൻ ഒരു കുടുംബമെങ്കിലും ഉണ്ടാകുമെന്നുള്ള ദൈവത്തെ നോഹയ്ക്ക് കൃപ ലഭിച്ചു. അതുപോലെ ഇസ്രായേലിനെ വിടുവിച്ചുകൊണ്ട് പോകുമ്പോൾ അവരും വിഗ്രഹാരാധികളായി ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം പറഞ്ഞു, ദൈവം മുന്നോട്ട് കൊണ്ടുപോകാനായി മോശയ്ക്ക് ദൈവത്തെ കൃപ ലഭിച്ചു. അവനോട് പറഞ്ഞു, ഞാൻ ഇവരെ മുഴുവൻ നശിപ്പിക്കും, നിന്നെ ഓരോ ഞാൻ വലിയ ജാതിയാക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ വീണ് കടന്ന് ദൈവത്തോട് പറഞ്ഞു, എനിക്ക് മാത്രമായിട്ടല്ല. അത് ദൈവം പറഞ്ഞ പോലെ മോശയെ ഒരു വലിയ ജാതിയാക്കി മാറ്റുമായിരുന്നു. പക്ഷെ മോശ പറഞ്ഞു, അല്ല, നീ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ജനത്തെ ഈ മരുഭൂമിയിൽ കൊന്നുകളഞ്ഞാൽ നിനക്ക് വിരോധികളായിട്ടുള്ളവർ പറയും, അവരെ കൊണ്ടുവന്ന് നിനക്ക് കൊണ്ടുപോകാൻ കഴിയാതെ നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വാസം ഇറങ്ങിയിരിക്കുന്ന നമ്മെ നാം പിന്മാറിപ്പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അപവാദം പറയും, ശത്രു പറയും, ദൈവം ആ കുടുംബത്തെ രക്ഷിച്ചിട്ടും അങ്ങ് കൊണ്ടുപോകാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയെന്ന് പറയും. എൻ്റെ കർത്താവ് പരാജയത്തിൻ്റെ ദൈവമല്ല. ഞാൻ പറഞ്ഞല്ലോ, മുഴുവനും നഷ്ടപ്പെട്ടു പോയാൽ അറിയും. എന്നാൽ പാപം ചെയ്തവനെ ദൈവം ശിക്ഷിക്കുക തന്നെ ചെയ്തു. മരുഭൂമിയിൽ പട്ടുപോകാനിടയാ തീർന്നു. ഒന്നൊന്നായി ദൈവം എന്ത് ചെയ്തു? ഒടുക്കിക്കളയോട്ടിടയാ തീർന്നു. എന്നാൽ ക്ഷിപ്രകോപത്തിൽ ഒറ്റയടിക്ക് കൊന്നിരുന്നെങ്കിൽ എല്ലാവരും പറഞ്ഞേനെ. അവിടെ മോശയുടെ വേണ്ടിയിട്ടുള്ള ജനസന്താനത്തിന് വേണ്ടി ഒരു കുടുംബം മാത്രമേ കാണിക്കൊണ്ടായിരുന്നുള്ളൂ. മരുഭൂമിയിൽ ദൈവം അപ്പോൾ അവരെ കൊന്നുകളഞ്ഞിരുന്നെങ്കിൽ ദൈവം തന്നെ പ്രവൃത്തി ചെയ്തെടുക്കും, മോശയോട് ചെയ്തെടുക്കും. പക്ഷേ മറുഭാഗത്ത് മറ്റുള്ളവർ പറയും, അവർ കൈകൊട്ടിച്ചിരിക്കും, ഈ വിളിച്ചുകൊണ്ടുപോയ ദൈവം ഇത് തള്ളിക്കത്ത. എന്നാൽ ദൈവം മുഖപക്ഷം കാണിച്ചില്ല. പാപം ചെയ്തവനെ ഒന്നൊന്നായി മരുഭൂമിയിൽ ദൈവം എന്ത് ചെയ്തു? ചത്തൊടുങ്ങും വരെ 40 വർഷം നടത്തുവാനിടയാ തീർന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവസഭയുടെ ആദ്യ സഭയുടെ അനുഭവം നമുക്കറിയാം. നാം പാടും, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അഭിഷേകം പകരണമെന്ന് പാടും. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അറിയാമല്ലോ എന്താണെന്നുള്ളത്. അനന്യാസും സബീറയും അവരുടെ സ്വത്ത വിറ്റിട്ട് കൊണ്ടുവന്ന് പകുതി എടുത്തു വെച്ചിട്ട് പകുതി കൊണ്ട് കാൽക്കൽ വെച്ചു. ദൈവം പറഞ്ഞു, അത് കാണിച്ചത് അത് നിങ്ങളുടെ അല്ലായിരുന്നോ? നീ എന്തിനാ വിറ്റിട്ട് ഇങ്ങനെ കള്ളത്തരം കാണിച്ചത്? ദൈവത്തിൻ്റെ ദാസൻ പത്രോസിൻ്റെ മുമ്പിൽ ആ കപട്യം കാണിച്ചത്. ഞാൻ പറഞ്ഞു, അന്ന് ഈ 2 പേരും വീണു മരിച്ചു. പക്ഷേ അത് അങ്ങനെ ഒരു അനുഭവത്തിലൂടെ സഭ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ശവപ്പറമ്പുകളായി ദൈവസഭകൾ മാറുമായിരുന്നു. മോശയുടെ കാലത്ത് സംഭവിച്ച പോലെ തന്നെ ഇടിവ് നിൽക്കുന്ന ദൈവമക്കളുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവോട് വ്യാജം കാണിച്ചത് എന്തിനാണെന്ന് ചോദിച്ച് 2 പേര് വീണ് മരിച്ചപ്പോൾ ഭയമുണ്ടായി. എന്നാൽ പിന്നീട് അങ്ങനെ സംഭവിച്ചിട്ടില്ല. കാരണം ഞാൻ പറയാം, അങ്ങനെ ആയിരുന്നെങ്കിൽ ദൈവസഭ കൂടി വരുന്നിടത്ത് അന്ന് 2 പേരാ വീണ് മരിച്ചെങ്കിൽ ഇന്നത്തെ കൂടിവരവുകളിൽ 100 പേർ വന്നാൽ 2 പേർ ജീവനോടിരിക്കുമോ എന്നുള്ളത് സംശയമായി തീരും. അതുകൊണ്ട് ദൈവസഭകളും ദൈവത്തിന് നാമമെടുക്കുന്ന സ്ഥലങ്ങളും ശവപ്പറമ്പായിത്തീരും. അത് ദൈവനാമത്തിൽ ദുഷിപ്പായിത്തീരും. അതുകൊണ്ടാണ് സംഭവിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് വിചാരിക്കരുത് ദൈവം കണ്ണടച്ച് കളഞ്ഞ് വിചാരിക്കരുത്. മരുഭൂമിയിൽ ഇസ്രായേലിനെ ഒന്നൊന്നായി ഇല്ലാതാക്കി. ദൈവം പറഞ്ഞു, ഈ
അവന്മാർ ഒന്നും തന്നെ ഞാൻ കൊടുക്കുന്ന കനാൻ ദേശം അവകാശമാക്കിയില്ലെന്ന് പറഞ്ഞെങ്കിൽ, കൃപായുഗത്തിൽ പ്രിയപ്പെട്ടവരെ, ആരംഭമിട്ട സമയത്ത് ദൈവത്തെ ആത്മാവ് ശക്തമായി പ്രവർത്തിച്ചപ്പോൾ അന്ന് കള്ളത്തരം കാണിച്ചവർ രണ്ടുപേരും വീണ് മരിച്ചെങ്കിൽ, അതേ രീതിയിൽ അത് നടക്കാതിരിക്കുന്നതിൻ്റെ കാരണം ദൈവം കണ്ണടച്ച് കളയുന്നതല്ല. ദൈവത്തോട് മനഃപൂർവ്വമായി പാപം ചെയ്താൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കും. അതുകൊണ്ട് നമുക്ക് ദിവസങ്ങളിൽ ദൈവഭയമുള്ളവരായിരിക്കണം. ദൈവഭയമുള്ള ചിലർ വിചാരിക്കുന്നത് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. വിശുദ്ധിയെ തികച്ച്, ദൈവഭയത്തെ വിശുദ്ധിയെ തികച്ച് ദിവസങ്ങളിൽ നമുക്ക് പരിജ്ഞാനമുള്ളവരായി കാത്തിരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. അന്നതേ ആത്മാവ് വ്യാപരിച്ച് അതേ ആത്മാവായി ഇന്നും ഭൂമിയിൽ വ്യാപരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മോശ അന്ന് പറഞ്ഞു, നീ കൊണ്ടുവന്ന ജനത്തെ മുഴുവനും മരുഭൂമിയിൽ ഒരുമിച്ച് കൊന്നുകളഞ്ഞാൽ മറ്റുള്ളവർ പറയും, ശത്രുക്കൾ പറയും, അവനവരെ കൊണ്ടുപോകാൻ കഴിവില്ല, നശിപ്പിച്ചെന്ന് പറയും. പക്ഷെ ദൈവം നോക്കിയത് മോശയിലൂടെ ഒരു സന്തതി പരമ്പര ഉണ്ടാക്കി വാഗ്ദത്തം നിറവേറ്റാൻ വേണ്ടിയാണ് ദൈവം നോക്കിയത്. ദൈവം അന്നേരം അത് ചെയ്തില്ലെങ്കിലും നമുക്കറിയാം, 40 വർഷം ചുറ്റി നടത്തി എല്ലാത്തിൻ്റെയും ആയുധ തികതിന് മുമ്പ് കനാൻ ദേശത്ത് പ്രവേശിക്കാതെ എല്ലാത്തിനെയും അവിടെ അടക്കം ചെയ്യേണ്ടി വന്നു. ദൈവസഭയ്ക്കകത്ത് ആരും നിസ്സാരമായി കാണരുത് കേട്ടോ. ദൈവസഭയെ നിസ്സാരമായി കാണരുത്. അതുകൊണ്ട് നമുക്ക് ദിവസത്തെ ഭയം ഉണ്ടാകണം. അന്ന് അതേ ആത്മാവ് എന്ന് വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ആത്മീയമായ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും ജഡത്തിൽ മരിക്കുന്നില്ലെങ്കിലും അനേകരെ ദൈവം നീക്കിക്കളഞ്ഞിട്ടുണ്ട്. അത് അറിയാതെ പലരും പോകുന്നുണ്ട്. നമ്മെ ദൈവം നീക്കിക്കളയാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് പറയും, കർത്താവേ, നിൻ്റെ കൃപയ്ക്കുള്ളിൽ നിന്ന് നിർത്തണമേ. എൻ്റെ കുറവുകളെ ഞാൻ സമ്മതിക്കുന്നു. നിൻ്റെ കൃപ വലുതായതുകൊണ്ട് എന്നോട് കരുണ തോന്നി നിൻ്റെ കൃപയിൽ എന്നെ നിർത്തണമേ എന്നുള്ള പ്രാർത്ഥനയും ദൈവസന്നിധി യാചനയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് നിന്നെ നശിപ്പിച്ച് കളയും. വേഗത്തിൽ മുഴുവൻ നശിപ്പിച്ചില്ല, ദൈവരെ മുഴുവൻ നശിപ്പില്ല. ഇവിടെയും എഫെസോസിലെ സഭയെ ദൈവസന്നിധിയിൽ നിന്ന് നീക്കിക്കളയുമെന്നുള്ള കഠിനമായ ശാസനയാണ് പുറപ്പെടുവിച്ചതെങ്കിലും പിന്നത്തേതിൽ അവരുടെ നന്മയെ ദർശിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നീക്കിക്കളയുമെന്ന് നമ്മുടെ ദൈവം അവിടെ പറയുന്നവൻ ദയയുള്ളവനാണ്, കരുണയുള്ളവനാണ്. ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അരിശം കൂട്ടിയല്ല ചെയ്യുന്നത്. രാത്രി ആ സ്നേഹത്തിനെ സ്തോത്രം ചെയ്യാം. പലരുടെയും അരിശങ്ങും അല്ലെങ്കിൽ കോപം മൂത്ത് വരുമ്പോൾ, അല്ലെ, വർദ്ധിച്ച് വരുമ്പോൾ, മത്സരം വർദ്ധിച്ച് വരുമ്പോൾ ദൈവം സ്നേഹവാനായതുകൊണ്ട് നീക്കിക്കളയും എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ അവിടെ നന്മ കണ്ട് അവരെ നിലനിർത്തിയ ദൈവസ്നേഹമാണ് എഫെസോസ് വെളിപ്പെട്ടത്. പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അതിനെ കാണാതെ പോകത്തില്ല. ദൈവരെ നീക്കിക്കളയുമെന്ന് പറഞ്ഞെങ്കിലും കൃപയുള്ള ദൈവം പറഞ്ഞു, എങ്കിലും നിന്നിൽ ഒരു നന്മയുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ 2-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നത്, എങ്കിലും നിക്കുലോകരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കൊണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. ഇവനും പറയുക, നിനക്ക് കുറവുണ്ട്, അൽസ് നഷ്ടപ്പെട്ടു, നീക്കിക്കളയേണ്ടതാ, എന്നാൽ ഒരു നന്മ ഞാൻ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നശിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ തന്നെ, ഇല്ലാതാക്കാൻ വേണ്ടി വരുമ്പോൾ തന്നെ അവിടെ ദയ തോന്നുന്ന ദൈവത്തിൻ്റെ കരുണ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നിലനിന്ന് പോകുന്നത്. അതിനെയാണ് ദൈവത്തിൻ്റെ ദയ എന്ന് പറയുന്നത്. ഇസ്രായേൽ എപ്പോഴും പാടുന്നത് എന്താണെന്നറിയാമോ? യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പറഞ്ഞൊരർത്ഥം, ഞങ്ങൾ കുറവ് വരുന്നുണ്ട് ദൈവമേ, നീ നല്ലവനാണ്, നിൻ്റെ ദയ കൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് പറയാം, ദൈവമേ, നിൻ്റെ ദയയാണ് എന്നെ 2025 ഒക്ടോബർ മാസത്തിലും വിശ്വാസം നിലനിർത്തിയിരിക്കുന്നത്, ഒരു ആരാധനക്കാരനാക്കി, ഒരു ക്രിസ്ത്യാനിയാക്കി നിർത്തിയിരിക്കുന്നത്. ഞാൻ നിന്നെ കോപിപ്പിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നീ എന്നിലുള്ള നന്മയെ കണ്ടുകൊണ്ട്, ചെറിയ കാര്യങ്ങളെ കണ്ടുകൊണ്ട് കരുണ മുടക്കിക്കളയാതെ ദയ കാണിക്കുന്ന ദൈവസ്നേഹത്തിനായി ഇന്ന് രാത്രിയിൽ കരമുയർത്തി സ്തോത്രം ചെയ്യാം. നാം നിൽക്കുന്നത് കൃപയിലാണ്, ദയയിലാണ്, അല്ല നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല. കർത്താവ് കരുണ കാണിച്ചിട്ട് എഫെസോയോട് പറഞ്ഞു, നിന്നെ നീക്കിക്കളയേണ്ടതാ, പക്ഷേ നിന്നെ ഞാൻ ഒരു നന്മ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പറയുകയാണ്,
എങ്കിലും നിക്കുലോവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്ന നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. എന്താണ് നിക്കുല്യവരുടെ നടപ്പ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണ് നിക്കുല്യവരുടെ നടപ്പ് എന്നുള്ളത്? ഈ നിക്കുലോയുടെ നടപ്പ് അഥവാ ഉപദേശം എന്നത് പുതിയ നിയമസഭകളുടെ ബന്ധത്തിൽ വചനവിരുദ്ധമായിട്ടുള്ളതാണ്. ഏതെങ്കിലും ആൾക്കാരുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ നടപ്പുകളൊന്നും ദൈവസഭയ്ക്ക് അത് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് പല സ്വതന്ത്ര പ്രസ്ഥാനങ്ങളും ഉണ്ടാകുന്നത്. അവർ പറയും ഇന്നയാളുടെ സഭയാണ്, ഇന്നയാളുടെ സഭയാണ്, ഇന്നവരുടെ മാതൃകയാണ്. അങ്ങനെ വേണ്ട, അങ്ങനെ ഒരു സഭ വേണ്ട. ഈ നിക്കുല്യവരുടെ നടപ്പനുസരിച്ചുള്ളൊരു ഭാഗം അവിടെ എഴുന്നേറ്റ് വന്നു. അങ്ങനെ അവർ നടപ്പ് വന്നപ്പോൾ സത്യസഭയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള വചനവിരുദ്ധമായിട്ടുള്ള നടപ്പാണ് അവിടെ ഉണ്ടായത്. അതെന്താണെന്ന് നമുക്കിവിടെ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്താണ് നിക്കുല്യവരുടെ നടപ്പെന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ സഭയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ആരാണ് നിക്കുല്യോവ്യൻ എന്നും ആരാണ് അതിൻ്റെ കാര്യങ്ങളെന്നും നമുക്ക് അല്പമായിട്ട് നമുക്ക് ചിന്തിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ അതിൻ്റെ ഏകദേശമായിട്ട് ഒന്നാം കാര്യം, 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ആരംഭത്തിൽ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്, അഥവാ പ്രാരംഭ സമയത്ത് വിശ്വാസത്തിൽ കടന്നു വന്നത് യഹൂദന്മാരും യഹൂദ മതാനുസാരികളുമായിട്ടുള്ളവരായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ യെരൂശലേമിൽ സഭാരൂപീകരണ വേളയിൽ പരിശുദ്ധാത്മാവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ ശിക്ഷികണത്തിൽ ആത്മാവിൽ നിറച്ചപ്പോൾ അവിടെ കൂടി വന്നവരിൽ യഹൂദന്മാരും യഹൂദ മതാനുസാരികളുമായിരുന്നു എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദന്മാരും യഹൂദ മതാനുസരി എന്ന് പറഞ്ഞാൽ യഹൂദന്മാരായി കൺവേർട്ട് ചെയ്തവർ. അപ്പം നമുക്ക് സംശയം തോന്നി, ജന്മത്താൽ അല്ലാതെ കൺവേർഷനിലൂടെ യഹൂദന്മാരാകാൻ കഴിയുമോ എന്നുള്ളത്. യഹൂദ മതാനുസാരികൾ, കൺവേർട്ടഡ് ടു ജൂസ്. ഇവിടെ അതിന് തെളിവിനായിട്ട് അന്നും ഉണ്ടായിരുന്നു. എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായം 17-ാമത്തെ വായിക്കുമ്പോൾ നമുക്കറിയാം, യഹൂദന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടി, അവരെ ഭയപ്പെടുത്തി, അവരുടെ വിശ്വാസം തേച്ച് കളഞ്ഞ് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി അവിടെ ഹാമാനും കൂട്ടരും എഴുന്നേറ്റതിനെക്കുറിച്ച് നമുക്കറിയാം, എസ്തേറിന്റെ പുസ്തകത്തിൽ അറിയാം. എന്നാൽ അവർ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചുവോ നേരെ വിപരീതമായ കാര്യം അവിടെ നടന്നത്. അവിടെ അതിന് നേരെ വിപരീതമായ കാര്യം നടന്നു വന്നതാണ് എസ്തേറിന്റെ പുസ്തകം വായിക്കുമ്പോൾ അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിനോട് ബന്ധത്തിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നത്, നാം ഭയപ്പെട്ടു പോകണ്ട, നമ്മളെ മുടിക്കാൻ വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടി പലതും ചെയ്യുന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഇനിയിപ്പോൾ ഇങ്ങനെയാണ്. അതിൻ്റെ 8-ാം അധ്യായം 17-ാം വാക്യം, രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലെ പട്ടണങ്ങളിൽ യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വിരുന്നും ഉത്സവവും ഉണ്ടായി. യഹൂദന്മാരെയുള്ള പേടി ദേശത്ത് ജാതികളിന്മേൽ വീണിരുന്നതുകൊണ്ട് അവർ പലരും യഹൂദന്മാരായി തീർന്നു. കൺവേർട്ടഡ് ടു ജൂസ്. കേട്ടോ, അപ്പോൾ ഇവരെ കൊന്നു മുടിക്കാൻ വേണ്ടിയാ ഇവരെല്ലാം കൂടി ജാതികളായിട്ട് എല്ലാവരും ഒത്തുകൂടിയത്. വളരെ രാജകൽപ്പന കൊണ്ടെല്ലാം ചെയ്യാൻ വിചാരിച്ചിരിക്കുക. പക്ഷേ എസ്തേറിൻ്റെ ഒറ്റ ഉപവാസം, മൊർദെഖായിയുടെ ദൈവസന്നിധിയിലെ വിശ്വാസത്തിൻ്റെ പ്രമാണത്തിന് വേണ്ടിയുള്ള നിൽപ്പ്, യഹൂദന്മാർ ഒരുമിച്ച് ദൈവത്തിന് നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ, കരഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടിയാ പ്രവർത്തിച്ചെങ്കിൽ ആ രാജ്യത്ത് പലരും ആരെ ഇല്ലാതാക്കാൻ വേണ്ടി ശത്രു പരിശ്രമിച്ചുവോ അവിടെ അനേകരെ യഹൂദന്മാരാക്കി തീർത്തെങ്കിൽ ഇന്ന് ഈ രാത്രി സന്ദേശം അറിയിക്കുമ്പോൾ എവിടെ ദൈവസഭയെ മുടിച്ചു കളയണം, ഇല്ലാതാക്കണമെന്ന് തീരുമാനിക്കുന്നുവോ അവിടെ ദൈവഭയം വീണിട്ട് അനേകര് ക്രിസ്ത്യാനികളായിത്തീരും, വിശ്വാസികളായിത്തീരും. വിശദീകരണത്തിന് ആവശ്യമില്ല. കൊന്നുപിടിക്കാൻ പോയ ശൗല് അവൻ അവസാനം അതിൻ്റെ വക്താവായി തീരുവാക്കടയാത്ത. ഇവിടെ യഹൂദന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടി ഹാമാനും കൂട്ടരും രാജാവിനോട് കള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചെങ്കിൽ കരച്ചിലും കണ്ണുനീരും ഉപവാസവും പ്രാർത്ഥനയും ശക്തിപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്ഥിതികൾക്ക് മാറ്റമുണ്ടായി. കരഞ്ഞവർ സന്തോഷിക്കാൻ തുടങ്ങി. എന്നാൽ സന്തോഷിച്ചുകൊണ്ട് കൊന്നുമുടിക്കാൻ വേണ്ടി ഇരുന്നവർ ഭയപ്പെട്ടു പോയി. അവർ
പലരും യഹൂദന്മാരായി തീർന്നു, കൺവേർട്ടായി തീർന്നു. അങ്ങനെ ഈ യഹൂദന്മാരെ കണ്ടും പേടിച്ചുമൊക്കെ യഹൂദന്മാരായി തീർന്നവരാണ് യഹൂദ മതാനുസാരികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ തെളിവ് തന്നേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും യഹൂദനായിട്ട് ജനിക്കാത്ത അബ്രഹാമിനെ സന്തതിപ്പെടാത്തവരൊക്കെ യഹൂദന്മാരായി തീരുമോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയും യഹൂദന്മാരായിട്ടുള്ളവരുണ്ട്. അതിനെയാണ് യഹൂദ മതാനുസാരികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർ യഹൂദന്മാരുടെ ഗോത്രത്തിൽ യഹൂദ ഗോത്രം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഗോത്രത്തിൽ ജനിച്ചവരല്ല. ഭയപ്പെട്ടും അവരുടെ ജീവിതം കണ്ടുമൊക്കെ യഹൂദ മതാനുസാരികളായിട്ടുള്ളവരായിട്ടുണ്ട്. അത് തെളിവാണത്. അപ്പോൾ വേസ്തയുടെ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായല്ലോ. അങ്ങനെ യഹൂദ മതാനുസാരികൾ എന്നുള്ളത് ഈ ഇവരോട് കൂടെ ഉണ്ടായിരുന്നു. അവരാണ് ഓടിക്കൂടിയത്. ഇപ്പം സഭാചരിത്രത്തിനോട് ബന്ധത്തിൽ എങ്ങനെ യഹൂദ മതാനുസാരികളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രത്യേകം പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, നിക്കോലോവോസ്. അവൻ്റെ പേരിൻ്റെ അർത്ഥം ജനനേതാവെന്നാണ്. അതേക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഗോരോസ്, നിക്കനോർ, തിമോൻ, പർമനോസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലോവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 5-ാം വാക്യം. ബാക്കിയുള്ള യഹൂദന്മാരായിരുന്നു. ഈ നിക്കോലോവോസ് എന്ന വ്യക്തി യഹൂദ മതാനുസാരിയായിരുന്നു. അപ്പോൾ ഇവർ 7 പേരും ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ളവരായിരുന്നു, ദൈവസ്വരംഗങ്ങളായിരുന്നു. ഇവിടെ പശ്ചാത്തലം നോക്കുമ്പോൾ യഹൂദന്മാരെയും യഹൂദ മതാനുസാരികൾ സഭയുടെ ആരംഭ സമയത്തെ കാര്യങ്ങളാണ്. എന്നാൽ യഹൂദ മതാനുസാരിയായ ജനനാദേവനർത്ഥമുള്ള പേരിനർത്ഥമുള്ള ഈ നിക്കോലോസ് ദൈവസഭയ്ക്കുള്ള യഹൂദ പാരമ്പര്യത്തിനും പൗരോഗത്തിനും വേണ്ടി വാദിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. അദ്ദേഹം ഇങ്ങനെ യഹൂദ മതാനുസാരിയായി തീർന്നപ്പോൾ ആ പാരമ്പര്യത്തിന് വേണ്ടി താൻ എരിവോടെ ചിന്തിച്ച് അതിൽ ദൈവസഭയ്ക്കുള്ളിൽ പ്രവർത്തിപ്പാൻ വേണ്ടി താൻ നീങ്ങി എന്ന് വേണം നമുക്ക് ചിന്തിച്ചെടുക്കാനായിട്ട്. അത്തരം ചിന്താഗതികൾ ദൈവസഭയിൽ സ്ഥാനമില്ല. അങ്ങനെയുള്ള ഒരു ചിന്താഗതിക്ക് ദൈവസഭയിൽ സ്ഥാനമില്ല. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് അതിൻ്റെ ആരംഭത്തിൽ തന്നെ അതിനെ പകച്ചത്. ഇങ്ങനെ ഇവൻ ചെയ്തു വരുന്ന കാര്യം ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ പല വിഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ് ദൈവസഭയ്ക്കകത്തുള്ളത്. ഒരു സഭയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ആരുടെയും ഒന്നും തന്നെ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരാൻ പാടില്ല. ഇത് വായിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയം, ഇങ്ങനെ നിക്കോലോസ് വിചാരിച്ചു യഹൂദ പാരമ്പര്യം അത് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് എന്തുകൊണ്ട് ആ ഒരു പ്രമാണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല എന്നുള്ളൊരു ചിന്താഗതി അവന് വന്നപ്പോൾ ദൈവം അതിനെ പകച്ചു. അതിനെ പകയ്ക്കാനുള്ള പഠനവും പാരമ്പര്യവും ചിന്താഗതികളും അവിടെ പൗലോസ് കൊടുത്തിരുന്നു. അതാണ് 1 തിമോത്തിയോസിൻ്റെ 1-ാം അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പഴയ നിയമം അനുസരിച്ചുള്ള യഹൂദ പാരമ്പര്യം ദൈവികമാണ്, അത് തെറ്റാണെന്നല്ല. യഹൂദ പാരമ്പര്യം ന്യായപ്രമാണം ദൈവികമാണ്, അത് പൈശാചികമല്ല. പഴയ നിയമം ദൈവികമാണ്, അതിനകത്ത് മറഞ്ഞിരിക്കുന്ന മുഴുവൻ ക്രിസ്തുവിനെക്കുറിച്ചുള്ളതാണ്, അത് വേണ്ടിയതാണ്. എന്നാൽ അതിനെ ന്യായോചിതമായിട്ട് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ന്യായോചിതമായിട്ട് ഉപയോഗിക്കണം, ന്യായം അനുസരിച്ച് ഉപയോഗിക്കണം. എന്നാൽ അതിനെ ന്യായോചിതമായിട്ടല്ലാതെ അതിനെ ഏതെങ്കിലും വിധത്തിൽ അതിനെ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. യഹൂദ പാരമ്പര്യം ദൈവികമാണ്. നമുക്കറിയാം, പൗലോസ് നേർച്ച കഴിക്കാൻ പോയി. അത് അവൻ യഹൂദന്മാരുടെ പള്ളിയിൽ പോയിട്ടുണ്ട്. ന്യായോചിതമായിട്ട് ചെയ്താൽ കുഴപ്പമില്ല. യഹൂദ മതാനുസാരി ആയിരുന്നിട്ടും നിക്കോലോവോസ് ആത്മാവും ജ്ഞാനവും നിറഞ്ഞവനായിരുന്നു. അവൻ അങ്ങനെയായിരുന്നു. പക്ഷേ അവൻ ആദ്യം അങ്ങനെ, പക്ഷെ അവൻ്റെ ചിന്താഗതി പിന്നീട് പ്രമാണത്തിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോയപ്പോൾ ദൈവം അവനിൽ ഇഷ്ടപ്പെടുവാനിടയാത്തുന്നില്ല. പിൽക്കാലത്ത് അവൻ അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് പോയതിനെയാണ് നിക്കോലോവരുടെ ഉപദേശം എന്ന് പറയുന്നത്. അത് അവിടെ പ്രബലപ്പെട്ടപ്പോൾ പൗലോസ് ആ എഫെസോസഭയെക്കുറിച്ചുള്ള വളരെ കാഴ്ചപ്പാടുള്ളവനായതുകൊണ്ട് അത് ഉയർന്നു പൊങ്ങാതിരിക്കാൻ വേണ്ടി ഉടൻ തന്നെ തൻ്റെ വിശ്വാസപുത്രനായിരിക്കുന്ന തിമോത്തിയോസിനെ അവിടെ പറഞ്ഞയച്ച് കാര്യം ക്രമപ്പെടുത്താൻ വേണ്ടി അവനെ ആക്കി. ഇന്നിപ്പം ദൈവസഭകൾക്കകത്ത് നേതൃത്വങ്ങൾക്ക് ഇല്ലാത്ത പലതുമാണ് നാം കണ്ടുപിടിക്കേണ്ടത്. ഒരു കുറവ് കണ്ടുപിടിച്ചാൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി അപ്പോൾ തന്നെ അതിൻ്റെ നടപടിയെടുക്കണം. ഇതെല്ലാം കുഴഞ്ഞു മറിഞ്ഞിട്ട് അവസാനമാണ് തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത്, കൈവിടപ്പെട്ടു പോകും. അങ്ങനെയല്ല,
ഒരു പ്രശ്നം അത് അത് ദോഷകരമായി തീരുമെന്ന് കാണുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ അതിനെ തടയിടാനുള്ള വഴികൾ കൂടി നോക്കണം. അല്ലാതെ എല്ലാം തലകുത്തിപ്പോയ ശേഷമായി പിന്നീട് എന്തെല്ലാം ചെയ്താലും പ്രയോജനമില്ല. ഇത് കണ്ടപ്പോൾ പൗലോസ് തൻ്റെ വിശ്വസ്തനായിരിക്കുന്ന തീമോഥെയോസിനെ അവിടെ അയച്ചു. അവന് ലേഖനം എഴുതി കൊടുത്തതിനാണ് 1-3 അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്ന് ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ഇനി അവിടെ അവനെ ആക്കി. ഇങ്ങനെയുള്ള ചില കെട്ടുകഥകളും ആവശ്യമില്ലാത്ത സാക്ഷ്യങ്ങളും വംശാവലികളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. അതിനെ തർജ്ജനം ചെയ്ത് ഇല്ലാതാക്കണം തിമോഥെയോസെ. പിന്നെ അതിനുവേണ്ടി ഞാൻ അവിടെ ആക്കിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ദൈവസംഖ്യാതെ പൊങ്ങി വന്നാൽ തർജ്ജനം ചെയ്യണം, തെറ്റാണെന്ന് പറയണം, അതിനെ മനസ്സിലാക്കി കൊടുക്കണം. അപ്പം ഈ ചിലർ വിട്ടുമാറി ധർമ്മോപദേഷ്ടന്മാരായി പനിച്ചിരിക്കുന്നു. ന്യായപ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണക്കെട്ടവർ, പാപികൾ എന്ന് പറഞ്ഞിട്ട് കള്ളസത്യം ചെയ്യുന്നവരെന്ന വകക്കാർക്കും ഭക്തിയോപദേശത്തിന് വിപരീതമായി മറ്റേതിനും അത്രേ വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. ഈ പരിജ്ഞാനം എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുന്നതായി തന്നിനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷം നിസ്സാരമായ തന്നെ. അപ്പോൾ മറ്റു സഭകളിലും ഉയർന്നു വന്നിരുന്ന നിക്കോല്യരുടെ നടപ്പിനെ അമർച്ചെയ്ത സഭകളെ സത്യോപദേശത്തിലേക്ക് നയിക്കുക എന്ന ദൗത്യം തിമോഥെയോസിനെ പൗലോസ് പരമേൽപ്പിച്ചു. അവനത് ഫലപ്രദമായി വിനിയോഗിച്ചു എന്നതിൻ്റെ തെളിവാണ് എഫെസോസിലെ സഭയിലുള്ളവർ ക്രിസ്തുയേശു പകയ്ക്കുന്ന നിക്കലോട് ഉപദേശത്തെ പകയ്ക്കുന്നവരായി എന്നതിൽ നിന്ന് വ്യക്തമാകുന്നു. ഈ ടീച്ചിങ് അന്ന് കൊടുത്തില്ലായിരുന്നെങ്കിൽ, പൗലോസ് തിമോഥെയോസിനെ അയച്ചില്ലായിരുന്നെങ്കിൽ ഈ നിക്കലോട് ഉപദേശത്തിൻ്റെ കീഴിൽ അവർ വീണു പോകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവസഭയ്ക്കകത്തുള്ള പലരും എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ അകത്തൊക്കെ വീഴുന്ന സാധാരണക്കാരായിട്ട് ആൾക്കാരുണ്ട്. അവരതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ചിന്തിക്കത്തില്ല. പറയുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിച്ചു പോകും. ഇങ്ങനെയൊരു മാറ്റം വേഗത്തിൽ വരുമെന്ന് കണ്ടതുകൊണ്ട് അത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് തിമോഥെയോസിനെ അവിടെ ശക്തമായ ദൂതറിയിച്ചുകൊണ്ട് അവനവിടെ നിർത്തി അവരെ നേരെ തിരിക്കാൻ ഇടയാക്കുന്നു. ദൈവത്തിന് യേശുവിൻ്റെ രക്തം സകല പാവം പോയി ശുദ്ധീകരിക്കുന്നുണ്ട്. നാം ന്യായപ്രമാണത്തിന് കീഴിലല്ല. പ്രിയപ്പെട്ടവർ, ഏത് ചിന്താഗതി വന്നാലും അവിടെ എല്ലാം നാം ഉയർത്തേണ്ടത് ക്രിസ്തു മുഖാന്തരമുള്ള ശുദ്ധീകരണമാണ്. അപ്പം അങ്ങനെ കർമ്മമാർഗങ്ങളിലൂടെയോ നിരന്തരമായ അനുഷ്ഠാനങ്ങൾ പാപപരിഹാരത്തിനായി പുതിയ നിയമസഭയിൽ ചേരുന്നവർക്ക് ആവശ്യമില്ല എന്നുള്ള പരിജ്ഞാനമാണ് സുവിശേഷം മുഖാന്തരം ലോകത്തിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം പ്രതിസന്ധികളാണെന്നറിയാമോ അന്ന് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ഓരോ ലേഖനങ്ങൾ വായിക്കുമ്പോഴും ഇതെല്ലാം നമുക്ക് മനസ്സിലാകും. നമ്മൾ വിചാരിക്കരുത് ദൈവസഭ പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെട്ട സഭ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് പെട്ടെന്ന് പോകുന്നപ്പോൾ ഒരു എതിർപ്പുമില്ലെന്നല്ല. വളരെ പ്രതികൂലം ഉണ്ടായിട്ടുണ്ട്. ന്യായപ്രമാണവാദികളായിട്ടുള്ളവർ എഴുന്നേറ്റിട്ടുണ്ട്. അതുപോലെ പല കർമ്മമാർഗങ്ങൾ പലരും വരുന്ന പല രീതിയിൽ അതിനെ കൊണ്ടുവരാൻ വേണ്ടി അതിനെയൊക്കെ അതിജീവിച്ചാണ് ഇന്നും ദൈവസഭ അതിൻ്റെ ജയത്തിൻ്റെ കൊടി ഉയർത്തി നിൽക്കുന്നത്. ന്യായോദമനസ്ഥാനിശായ നിക്കോലസ് പ്രാരംഭത്തിൽ ന്യായപ്രമാണത്തിന് ന്യായോചിതമായിട്ട് അവൻ ഉപയോഗിച്ചു. എന്നാൽ അവൻ പിന്നീട് ദൈവസഭയ്ക്ക് ചേർച്ചയല്ലാത്ത രീതിയിൽ ന്യായപ്രമാണത്തെ പാരമ്പര്യമായി സഭയ്ക്കുള്ളിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചതാണ് ദൈവത്തെ അനിഷ്ടമായും അതിനെ ഭയക്കുവാൻ കാരണമായി തീർന്നു. ഇന്ന് ഈ സന്ദേശം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവസഭയിലെ അംഗങ്ങളാകുന്ന വിവിധ മതാനുഷ്ഠാനങ്ങൾ വേർപെട്ട് വന്നവരാണ് നമ്മോരോരുത്തർ. പ്രകാരം വന്നവരാരും തന്നെ പിന്നീട് അവരുടെ ഉപദേശങ്ങളോ മാർഗങ്ങളോ ഒന്നും തന്നെ ദൈവസഭയിൽ കടത്തിവിടുവാൻ ശ്രമിക്കരുത്. അവരുടെ പാട്ടും ചൊലുത്തും ഒന്നും കൊണ്ടുവരുന്നത് ഇങ്ങോട്ട്. അതിനെല്ലാം മരിച്ചവരായിരിക്കണം. ചില പ്രവൃത്തികളെ ദൈവം ഭയക്കുന്നു. ഇന്ന് വന്ന് ഇപ്പോൾ ചൊലുത്തുകളൊക്കെ അതിലേക്ക് പോകുന്നുണ്ട്. ചിലരുടെ ഡ്രസ്സൊക്കെ നീളാൻ തുടങ്ങി. പലതും സംഭവിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിച്ചുകൊള്ളുക. വിട്ടുപോകുന്നതൊക്കെ പിന്നെയും കയറി വരാൻ തുടങ്ങി. മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയാം. മനസ്സിലാകും, ചിലർക്കൊക്കെ മനസ്സിലാകും. ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ വിട്ടുപോകുന്നതൊക്കെ അനുഷ്ഠാനങ്ങളായിട്ട് കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ പിശാചിങ്ങനെ പുറകെ കൂടും. ഏതാ വിട്ടുപോകുന്നതിൻ്റെ പാരമ്പര്യം മാമൂല് പുറകെ വരും. അങ്ങനെ വരുമ്പോഴാണ് ഈ നന്നായിട്ട് നടക്കുന്നതിനെ കൂടി തെറ്റിച്ച് കളയാൻ വേണ്ടി ഓരോന്ന് വന്നു കയറുന്നത്. അപ്പോൾ അതിലെ ദൈവം ഭയക്കുന്നു. അത് തിരിച്ചറിഞ്ഞ് പൂർണ്ണമായവയ്ക്കെല്ലാം എപ്പോഴും മരിച്ചവരായിരിക്കണമെന്നുള്ള ബുദ്ധി ഉപദേശമാണ് നമുക്കിതിൽ നിന്ന് ദൈവം തന്നിരിക്കുന്ന
നിക്കലോട് ഉപദേശമുള്ള പദ്ധതി ദൈവം നൽകിയിരിക്കുക. ദൈവം വെച്ചാൽ അടുത്ത ദിവസം പ്രതിഫലത്തെക്കുറിച്ചും സമാന വാക്കുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ എഫെസ്യർക്കെതിരെ സഭയോടുള്ള ബന്ധത്തിലുള്ള പഠനം പൂർത്തീകരിക്കും. ഇന്ന് രാത്രി നമുക്ക് നിലനിൽക്കാൻ നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. നാം വിട്ടുപോകുന്ന ഒരു പ്രസ്ഥാനങ്ങളുടെയോ ഒന്നും തന്നെ, അത് ഗുണമാകട്ടെ ദോഷമാകട്ടെ, ഒന്നും തന്നെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതിനെല്ലാം നാം മരിച്ചവരാണ്. നമുക്ക് ദൈവസഭയുടെ ഉപദേശങ്ങളുണ്ട്, അത് മാത്രം മതി. അതിന് മാത്രമേ നമുക്ക് സ്ഥാനം കൊടുക്കാവുള്ളൂ. പറഞ്ഞ് ആദ്യം ചെറുതായിട്ടാണ് തുടങ്ങുന്നത്, പിന്നീട് അത് വലുതായിത്തീരും. എന്നാൽ തിരിച്ചറിവുള്ളവർ ചെറിയ തുടക്കം വരുമ്പോഴേ അതിന് കടിഞ്ഞാണിടും. ദൈവം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, നീ തിമോത്തിയോസിനെ അവിടെ ആക്കി അവരെ പഠിപ്പിച്ചത് മനസ്സിലാക്കി. നിക്കലോട് ഉപദേശം അവർ പകച്ചു, അത് വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളല്ല ഞങ്ങൾ നീതിയിരിക്കപ്പെട്ടത്, ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താവനാണെന്നുള്ള ചിന്ത അവിടെ മനസ്സിൽ വന്നു. ദൈവം പറഞ്ഞു, ആ ചിന്താഗതി ഞാൻ അംഗീകരിക്കുന്നു. എത്ര പേർക്ക് നമുക്ക് ഒരുമിച്ച് പറയാൻ സാധിക്കുമോ? അതെ, ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്ന പ്രമാണം ക്രിസ്തുവിൻ്റെ പ്രമാണമാണ്. ആ പ്രമാണത്തിനപ്പുറമായിട്ടൊന്നുമില്ല. അത് മുഖാന്തരമല്ലാതെ ഒരു പ്രവൃത്തിയുമില്ല. ഞങ്ങൾ അതിൽ വിശ്വസിച്ച് ഞങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടവരും ഞങ്ങൾ സൽപ്രവൃത്തി ചെയ്യുന്നവരായി യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന അവൻ്റെ കൈപ്പണിയായി തീർന്നവരാണ്. നാം അവൻ്റെ കൈപ്പണിയാണ്. അതേ മനുഷ്യനാദത്തെ ദൈവം സൃഷ്ടിച്ചത് അവൻ്റെ കൈകൊണ്ട് അവനെ സൃഷ്ടിച്ചു. എന്നാൽ അവൻ തെറ്റിപ്പോയി. യേശു ക്രിസ്തു മുഖാന്തരമായി തൻ്റെ പ്രവൃത്തി മുഖാന്തരമായി, തൻ്റെ കൈയുടെ പ്രവൃത്തി മുഖാന്തരമായി അവിടെ മണ്ണുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവത്തിന് സ്വരൂപ സദൃശ്യം കൊടുത്തെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശു ക്രിസ്തു മുഖാന്തരമായി അവൻ്റെ കൈപ്പണി എന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ടല്ല മനുഷ്യനെ മെനഞ്ഞത്, വചനമായിരിക്കുന്ന ദൈവം തന്നെ നമുക്ക് വേണ്ടി അവൻ്റെ ശരീരം അത് ഉടയ്ക്കപ്പെടുവാനിടയാത്തുന്നു. അത് മുഖാന്തരമായി അവൻ ഉടയപ്പെട്ടത് കൊണ്ട് നാം പണിയപ്പെടുവാനിടയാത്തുന്നു. ഇന്ന് രാത്രി കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് അടുത്ത് വരാം. അതുകൊണ്ട് പറയാം, കർത്താവേ, നീ ഒഴികെ എനിക്ക് മറ്റൊന്നുമില്ല, നീ ഒഴികെ എനിക്ക് വേറെ ഒന്നുമില്ല, നിന്നെ അല്ലാതെ എനിക്ക് മറ്റൊരു മാർഗവുമില്ല. മറ്റുള്ള എല്ലാ മാർഗങ്ങളും അത് പരാജയമായി തീരുമ്പോൾ യേശുവിൻ്റെ മാർഗം മാത്രമേ ഉള്ളൂ, യഥാർത്ഥമായ മാർഗം. അതിന് മാത്രമേ വിടിവിക്കാൻ കഴിയത്തുള്ളൂ. ന്യായപ്രമാണത്തിനോ മറ്റു പ്രമാണങ്ങൾക്കോ ഒന്നും മനുഷ്യനെ ശുദ്ധീകരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ആടിൻ്റെ രക്തം കൊണ്ട് നാം ശുദ്ധീകരിക്കപ്പെട്ട് സൽപ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി എഫെസോസിലെ സഭയെ ഉണർത്തിയതുപോലെ ഇന്ന് രാത്രിയിലും ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഉണർത്തുന്നു. നാം സൽപ്രവൃത്തികളിൽ മുൻപന്മാരായി തീരുവാൻ, കർത്താവിനോട് ഒരുക്കപ്പെടുവാൻ, അവൻ്റെ തലയോളം വളരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഈ പഠനത്തിന് വിരാമിടുന്നു. ദൈവം വെച്ചാൽ കഥാവരാൻ താമസിച്ച വരുന്ന ആഴ്ചയിൽ തിങ്കളാഴ്ച കൂടാം. അതല്ല കഥ വരികയാണെങ്കിൽ ഒരുമിച്ചെടുക്കപ്പെടാം. ദൈവമായ കഥ നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.